പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും, ജീവിതം പല വഴിക്ക് കടന്നുപോകും. സന്തോഷം, സങ്കടം, എളുപ്പം, പ്രയാസം, നഷ്ടം, ലാഭം, ആരോഗ്യം, രോഗം, പല വഴിക്കൊക്കെ കടന്നുപോകും. ആ കടന്നു പോകുന്ന സമയങ്ങളിലൊക്കെ അള്ളാഹു എന്താണോ പറഞ്ഞത് അതിനെ മുറുകെ പിടിച്ച് ജീവിക്കലാണ് മോചനത്തിൻ്റെ മാർഗം എന്ന് മനസ്സിലാക്കി തെഖ്വയോടുകൂടി ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ തകർന്നു പോവുകയോ തളർന്നു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ, ചിലപ്പോൾ സാമ്പത്തികമായി വലിയ നഷ്ടത്തിലൊക്കെ പെട്ടുപോകുമ്പോൾ ഈ പിശാച്ച് നമ്മളോട് വന്ന് പറയും, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഹറാമ് ഹലാല് എന്നൊന്നും പറഞ്ഞ് ജീവിച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. ഇപ്പം നീ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഹറാമുകൾക്കും ഹലാലുകൾക്കും അപ്പുറത്തുള്ള ചില കാര്യങ്ങളൊക്കെ നീ ചെയ്യേണ്ടി വരും, എന്നാലേ നീ രക്ഷപ്പെടൂ എന്ന് ചില ആളുകൾ നമ്മളെയൊക്കെ ഉപദേശിക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ചില ആളുകൾ ദർഗയിലേക്ക്, മക്ബറയിലേക്ക്, ചില ആളുകൾ ഹറാമിലേക്ക്, പലിശയിലേക്ക്, ചില ആളുകൾ പിന്നെ ലഹരിയിലേക്കൊക്കെ പോകും. എന്താ പോകാനുള്ള കാരണം? ജീവിതത്തിൻ്റെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്നാണ് പലപ്പോഴും നമ്മൾ പറയാറ്. പക്ഷേ അവിടെയൊക്കെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ നിലപാട് വമയ്യ തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു മതി. അള്ളാഹു മതി എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത വേറെ ഒരാൾക്കും നിങ്ങളെ സഹായിക്കാനാവില്ല. നിസ്കാരം കഴിഞ്ഞിപ്പോൾ നമ്മളൊക്കെ നിസ്കരിച്ചില്ലേ? നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ അല്ലേ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. എന്താ അർത്ഥം? അള്ളാഹുവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് തരാനാണോ നീ ഉദ്ദേശിച്ചത് അത് എനിക്ക് കിട്ടിയിരിക്കും. അത് തടയാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. അതെനിക്ക് കിട്ടിയിരിക്കും. അതുപോലെ എൻ്റെ ജീവിതത്തിൽ എന്താണോ റബ്ബേ നീ എനിക്ക് വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് അതെനിക്ക് കൊണ്ടുവന്നു തരാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യമല്ല. അതെനിക്ക് കിട്ടൂല. ഇതൊരു വിശ്വാസം, ഇതൊരു ആദർശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, യാ അബ്ദല്ലാ, ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ചേർന്ന് നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാൽ, എല്ലാവരും ലോകത്തിലെ 800 കോടി മനുഷ്യന്മാർ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എന്നെ സഹായിക്കാൻ തീരുമാനിച്ചാൽ, അള്ളാഹു എന്താണോ എനിക്ക് കിട്ടുമെന്ന് നിശ്ചയിച്ചത് അതിനപ്പുറം നയാ പൈസന്റെ ഉപകാരം എനിക്ക് ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ല. അതേപോലെ ലോകത്തിലെ മുഴുവൻ ആളുകളും നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ല എന്താണോ തീരുമാനിച്ചത് അതിനപ്പുറം നിന്റെ രോമത്തെ തൊടാൻ അവർക്ക് സാധിക്കൂല. എന്നിട്ട് പ്രവാചകൻ പറയണേ, യാ അബ്ദല്ലാ, നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ, നിനക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കിട്ടണം എന്തുണ്ടെങ്കിൽ, ഇദാ സഅൽത, നിനക്ക് എന്തെങ്കിലും ആവശ്യമാണ് എങ്കിൽ ഫസ്അലില്ലാ, നീ അള്ളാഹുവിനോട് ചോദിച്ചോളണം. അതേപോലെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് രക്ഷ തേടിക്കോന്ന. അതേ ഉള്ളൂ, അള്ളാഹുവേ ഉള്ളൂ. ഞാനത് സാന്ദർഭികമായിട്ട് പറയാനുള്ള കാരണം എന്താ അറിയോ? നമ്മുടെ നാട്ടിലൊക്കെ കുറേ ചെറുപ്പക്കാരൊക്കെ ലഹരിയുടെ കച്ചവടത്തിൽ, കരിഞ്ചന്തയിൽ, സ്വർണ്ണക്കടത്തിൽ, വേണ്ടാത്തരങ്ങളിലൊക്കെ പെട്ടത് നല്ല നല്ല ചെറുപ്പക്കാർ. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കും, എന്താ സുഹൃത്തെ എങ്ങനെ പോയി പെട്ടത്? നീ ഇങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അവർ പറയേ, ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി, രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലായി, അപ്പം ഞാൻ പോയതാണ്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അവൻ്റെ കൂടെ നിൽക്കുക, അവനിൽ പ്രത്യാശയോടുകൂടി റബ്ബിനോട് ചേർന്ന് നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ഏകദേശം ജൂലൈ മുതൽ ആഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ് പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന തലക്കെട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരം ജില്ലയിലും
കേരളത്തിലെ എല്ലായിടങ്ങളിലും ഈ ക്യാമ്പയിൻ സജീവമായി നടന്നുകൊണ്ടിരിക്കുക. മലബാർ മേഖലയിലൊക്കെ കനത്ത മഴയാണ്, ദിവസങ്ങളായി തോരാതെ മഴ പെയ്യാണ്. പക്ഷെ ആ മഴക്കിടയിലും ഈ ഒരു ക്യാമ്പയിൻ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമീൻ മൗലവി പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തേക്ക് വിളിച്ചാൽ മടി കൂടാതെ വരാറുണ്ട്. അതിനൊരു കാരണം, ഈ തിരുവനന്തപുരത്തെ ഇസ്ലാഹി പ്രവർത്തനത്തിന് വേണ്ടി അനുഭവിക്കുന്ന ത്യാഗങ്ങളുണ്ടല്ലോ, തുല്യതയില്ലാത്തതാണ്. സമൂഹത്തിലെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് പൊരുതിയാണ് ഈ കേന്ദ്രമൊക്കെ ഇവിടെ ഉണ്ടായത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിലേക്ക് ഒരു ദഅവത്തിന് വേണ്ടി വിളിക്കുമ്പോൾ വരാതിരിക്കാൻ ന്യായങ്ങൾ പറയാനാവൂല. അങ്ങനെ പറഞ്ഞാൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ കുടുങ്ങുമെന്ന നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള പരിപാടികൾ മാറ്റിവെച്ചു വരാൻ കാരണം. നിങ്ങളൊക്കെ ഈ ദീനിൻ്റെ മാർഗത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തുല്യതയില്ലാത്തതാ. അള്ളാഹു എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇവിടെ കേരള നദുവത്തുൽ മുജാഹിദീൻ കേന്ദ്രം ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, എന്താണ് ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഈ പകർച്ചവ്യാധികൾ, മഞ്ഞപ്പിത്തങ്ങളൊക്കെ പടർന്നു പിടിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ മഞ്ഞപ്പിത്തത്തിനെതിരെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കും. എന്താ അങ്ങനെ പറഞ്ഞാൽ? മഞ്ഞപ്പിത്തത്തിന്റെ അപകടത്തെക്കുറിച്ച്, അതെങ്ങനെ ഉണ്ടാവുക, അത് ഉണ്ടാവാതിരിക്കാനുള്ള മാർഗം എന്താണ്, അതിനെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്, അത് ഉണ്ടായാൽ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്, അത് എവിടെ നിന്നൊക്കെയാണ് ഉണ്ടാവുക എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ആ 2 ആഴ്ചക്കാലം നമ്മൾ ഉപയോഗിക്കും. അതാണ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ. ഒരു പ്രത്യേക വിഷയത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് ഒരു ക്യാമ്പയിൻ. കേരള നദുവത്തുൽ മുജാഹിദീൻ അതിൻ്റെ പോഷക സംഘടനകളും ഇടക്കിടക്ക് ഓരോ ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കും. ഒരു ക്യാമ്പയിൻ അവസാനിക്കുമ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്കിടയിൽ ഒരു MGMന്റെ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ അവസാനിച്ചിട്ടല്ലേ ഉള്ളൂ. ഏതായിരുന്നു അത്? വിവാഹത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കോപ്രാട്ടിത്തരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു ക്യാമ്പയിൻ MGM ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ISMന്റെ ഒരു ക്യാമ്പയിൻ ഇപ്പം ഉണ്ടായിരുന്നു, ലഹരിക്കെതിരെ. നാടിനെ ആകമാനം വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ വ്യാപനത്തിനെതിരെ ഒരു ക്യാമ്പയിൻ ISM നടത്തുന്നുണ്ട്. ചെറുപ്പക്കാര്, നമ്മുടെ MSMന്റെ കുട്ടികൾ ക്യാമ്പസുകളിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. എന്താ അറിയോ? ഇന്ന് ക്യാമ്പസുകളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന അധാർമികതകൾക്കെതിരെയുള്ള ഏറ്റവും നല്ല പ്രതിരോധ സംവിധാനം ധാർമ്മികതയാണ് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ക്യാമ്പയിൻ MSM നടത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ക്യാമ്പയിൻ നടത്തുക എന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദഅവത്തിൻ്റെ പ്രബോധനത്തിൻ്റെ മാർഗമാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. കേരള നദുവത്തുൽ മുജാഹിദീൻ ഏതൊരു ക്യാമ്പയിൻ നടത്തുമ്പോഴും അത് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കും. നമ്മുടെ നാട്ടിൽ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാലത്ത് മതസൗഹാർദ്ദത്തിൻ്റെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം, തീവ്രവാദത്തിനെതിരെ. അങ്ങനെ ഓരോ സന്ദർഭത്തിലും കാലഘട്ടം ആവശ്യപ്പെടുന്ന വിഷയം എന്താണോ ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ക്യാമ്പയിൻ നടത്താറ്. ഇവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന സമിതിയിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വരികയാണ്. എന്താ വിഷയം? കുടുംബ ബന്ധങ്ങളൊക്കെ അതിൻ്റെ അലകും പിടിയും വേർപ്പെടുന്നുണ്ട്. മനുഷ്യൻ ഒറ്റപ്പെട്ടു നോക്കുന്നുണ്ട്. സംരക്ഷിക്കാൻ ആളില്ലാത്ത മാതാപിതാക്കൾ, വിവാഹബന്ധം വേർപിരിഞ്ഞ് ഒറ്റയായി ജീവിക്കുന്ന കുടുംബങ്ങൾ, പ്രണയത്തിന്റെ കുരുക്കിൽപ്പെട്ടുപോയ കൗമാരക്കാരായ കുട്ടികൾ, ഇതൊക്കെ വലിയ സാമൂഹിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്താ പരിഹാരം? ആ പരിഹാരമാണ് ഈ ഒരു ക്യാമ്പയിനിലൂടെ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. ഞാൻ ഈ പറയുന്ന കരിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം 1.5 മണിക്കൂറാണ്. അതിലിപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ 6 മണിയോടുകൂടി അതിൻ്റെ അപ്പുറത്ത് അധികം വൈകാതെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഉള്ളിൽ കുടുംബ ബന്ധത്തിൻ്റെ അനിവാര്യത, നമ്മുടെ വിഷയം അങ്ങനെയാണല്ലോ, പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ. ആ വിഷയത്തെക്കുറിച്ച്, കുടുംബ ബന്ധത്തിൻ്റെ അനിവാര്യത, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇപ്പം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പരിഹരിക്കാനാവും,
ഈ 2-3-4 കാര്യങ്ങളെ കുറിച്ച് കുറഞ്ഞ വാക്കുകളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എനിക്ക് ഈ സദസ്സിനോട് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. സാധാരണ നമ്മൾ വലിയ വലിയ 10,000-കണക്കിന് ആളുകൾ കൂട്ടുകൂടുന്ന സദസ്സുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്തരം സദസ്സുകളെ അഭിമുഖീകരിച്ചുള്ള സംസാരം. എത്തരം സദസ്സുകൾ? ബാപ്പിയും ഉമ്മയും മക്കളും പേരക്കുട്ടികളും, അങ്ങനെ ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് കേൾക്കുന്ന സംസാരങ്ങളുണ്ടല്ലോ, ആ സംസാരങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 1, മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പാടില്ല, അവൻ കുടുംബമായിട്ടേ ജീവിക്കാവൂ. ഇതാരുടെ തീരുമാനം? പഞ്ചായത്ത് തീരുമാനിച്ചതാ? കോർപ്പറേഷൻ തീരുമാനിച്ചതാ? നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചതാ? നമ്മുടെ ദേശീയ ഗവൺമെന്റ് തീരുമാനിച്ചതാ? അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചതാ? ആര് തീരുമാനിച്ചതാണ് മനുഷ്യൻ കുടുംബമായിട്ടേ ജീവിക്കാവൂന്ന്? ആരാ തീരുമാനിച്ചത്? അത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. അള്ളാഹുവാണ് നിശ്ചയിച്ചത്. ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് വായിച്ചു തരാം കേട്ടോ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശക്തമായ ഹദീസുകളാണ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ. ആ ഹദീസുകളിൽ ഒന്നിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ആ ഹദീസ് ഞാനിത് പെട്ടെന്ന് വായിച്ചു പറയാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മളോട് നമ്മുടെ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ ഹത്താ ഇദാ ഫറാ മിൻഹും. നമുക്ക് മനസ്സിലാവുന്ന സാധാരണ പദങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടികളെയൊക്കെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വേണ്ട മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ എന്തൊക്കെ സൃഷ്ടികളാണോ വേണ്ടത്, മണ്ണും വെള്ളവും ചൂടും തണുപ്പും മരങ്ങളും ജന്തുക്കളും, അങ്ങനെ മനുഷ്യൻ എന്തൊക്കെയാണോ ഈ ലോകത്ത് വേണ്ടത് അതൊക്കെ അള്ളാഹു ഈ ലോകത്ത് പടച്ച്, മനുഷ്യ ജീവിതത്തിന് എന്തൊക്കെ സംവിധാനമാണോ ഈ ലോകത്ത് വേണ്ടത് ആ സംവിധാനങ്ങളൊക്കെ അള്ളാഹു ലോകത്ത് റെഡിയാക്കി വെച്ച്. മനുഷ്യന്മാർ വന്നിട്ടില്ല, മനുഷ്യൻ വരാൻ പോകുന്നേ ഉള്ളൂ. ആ മനുഷ്യൻ വരും മുമ്പ് മനുഷ്യന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ സന്നാഹങ്ങളും എല്ലാ സംവിധാനങ്ങളും അള്ളാഹു ഈ ലോകത്ത് ഒരുക്കി വെച്ച്. അങ്ങനെ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ആ സംവിധാനങ്ങളിൽ ഒന്നാണ് കുടുംബ ബന്ധം. മനുഷ്യൻ ഒറ്റക്ക് ജീവിക്കാൻ പാടില്ല. അവന് ബാപ്പ വേണം, അവന് ഉമ്മ വേണം, അവന് ഭാര്യ വേണം, ഭർത്താവ് വേണം, മക്കൾ വേണം, എളാപ്പ വേണം, മുത്താപ്പ വേണം, അമ്മാവൻ വേണം, അമ്മായി വേണം. അങ്ങനെ പല ഭാഗത്തുനിന്ന് മനുഷ്യന് താങ്ങ് വേണം. ലോകത്തിലെ മറ്റു ജീവികളെ പോലെ അല്ല മനുഷ്യൻ. മനുഷ്യൻ പൊതുവെ ദുർബലനാണ്. ഇപ്പൊ ഈ ജംഗ്ഷനിൽ, കളിക്കാവിള ജംഗ്ഷനിലെ എന്താണ് മാണിക്കവിള, എനിക്ക് ആ പേര് കിട്ടുന്നില്ല. ഞാൻ ആ ഓട്ടോക്കാരനോട് ആ പേര് പറയാൻ കുറെ തുടങ്ങിപ്പോയി. എന്തായാലും ഈ ജംഗ്ഷനിൽ ഞാൻ ഇങ്ങോട്ട് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഞാൻ ബൈക്കിലാണ് വരുന്നത് വിചാരിച്ചോ. ആ ബൈക്കിൽ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു നായ എൻ്റെ ബൈക്കിൻ്റെ എതിരെ അങ്ങോട്ട് ഓടി. ആ നായയുടെ ദേഹത്ത് എൻ്റെ ബൈക്ക് കയറി. സ്വാഭാവികമായിട്ട് ബൈക്ക് വീണു, ഞാനും വീണു, ബൈക്കും വീണു, നായയും വീണു. എൻ്റെ കാല് പൊട്ടി, കാൽമുട്ടിൻ്റെ ഇടത്തെ കാല് മുട്ടിൻ്റെ താഴെ പൊട്ടി, നായയുടെ ഒരു കാലും പൊട്ടി. ആളുകളൊക്കെ കൂടി ആംബുലൻസ് വിളിച്ച് എല്ലാവരും 5-8 ആളുകൾ താങ്ങിയെടുത്ത് എന്നെ ആംബുലൻസിൽ കയറ്റി അവർ നേരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് ആരോ പറഞ്ഞു ഇവിടെ ഓർത്തോ സർജൻ ഇല്ല ആശുപത്രിയിൽ കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയി സർജൻ പരിശോധിച്ചു. എല്ല് പൊട്ടിയിട്ടുണ്ട്, കമ്പിയിട്ട് ഒരു 6 മാസം അനങ്ങാതെ കിടക്കണം, പ്ലാസ്റ്റർ ഇട്ട്, അങ്ങനെ കട്ടിൽമകൾ നിറഞ്ഞ് മൂത്രത്തിന് പൈപ്പിട്ട് ബാത്റൂമിൽ പോകാൻ പ്രയാസങ്ങൾ ഉണ്ടായി, ഭക്ഷണത്തിന് പ്രയാസം ഉണ്ടായി. 2 കൊല്ലം ഞാൻ അങ്ങനെ കടന്ന് പിന്നെ അങ്ങനെ പതുക്കെ ഒരു സ്ട്രക്ചർ കുത്തിയിട്ട് ഞാൻ പതുക്കെ നടക്കാൻ തുടങ്ങി. നൊണ്ടിയാണ് നടക്കുന്നത്. അങ്ങനെ ഒരു 5-6 കൊല്ലം കൊണ്ടാണ് എൻ്റെ കാല് പൂർവ്വസ്ഥിതിയിലായത്. ലക്ഷങ്ങളാണ് ഞാൻ ചെലവാക്കിയത്. ദിവസങ്ങളോളം ആശുപത്രിയിലും വീട്ടിലും ഞാൻ കിടന്നിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ എനിക്ക് വേണ്ടി വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ശരി, എൻ്റെ ബൈക്ക് തട്ടിയിട്ട് കാല് മുറിഞ്ഞ നായ ഉണ്ടല്ലോ അവിടെ, ആ നായക്ക് എന്താ സംഭവിച്ചെന്ന് നോക്കിയോ? നിങ്ങളെന്താ നോക്കാഞ്ഞേ? ഇന്ന ആശുപത്രി കൊണ്ടുപോയപ്പോൾ എന്താ നായനെ നോക്കാഞ്ഞേ?
നായ, 4 കാലുള്ള നായ, ഒരു കാല് മുറിഞ്ഞെങ്കിലും 3 കാലിൽ എഴുന്നേറ്റ് നിന്ന് മൈ 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 എന്ന് പറഞ്ഞിട്ട് ആ നായ ഓടിപ്പോയി. എങ്ങോട്ടാ പോയത്? ആശുപത്രിക്കല്ല, മെഡിക്കൽ കോളേജിലേക്കല്ല, വാര്യവൈദ്യശാലയ്ക്കല്ല. ആ നായ എങ്ങോട്ടോ ഓടിപ്പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ നായ അവിടെ തന്നെ എത്തി. അതിൻ്റെ കാല് പഴയ അവസ്ഥയിലായി. കമ്പിട്ടിട്ടില്ല, പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല, എക്സ്റേ എടുത്തില്ല, ഒന്നും ചെയ്തില്ല, ആരും നോക്കാണ്ടായിട്ടില്ല, ബാത്റൂമിക്ക് താങ്ങിക്കൊണ്ടേയിട്ടില്ല, പൈപ്പ് ഇട്ടിട്ടില്ല, ഒന്നുമില്ല. ആ നായന്റെ കാല് സ്വന്തം നന്നായി, ഒരു മരുന്ന് പോലും കുടിക്കാതെ. നിങ്ങൾക്ക് എന്തേ മനസ്സിലായത്? ഈ ലോകത്ത് ഒരു നായക്ക് ഒറ്റക്ക് ജീവിക്കാം, പക്ഷെ മനുഷ്യൻ ഒറ്റക്ക് ജീവിക്കാൻ പറ്റൂല. ഓന് വീണ് പോയാൽ താങ്ങാൻ ആൾ വേണം, സങ്കടം വന്നാൽ ആശ്വസിപ്പിക്കാൻ ആൾ വേണം, സന്തോഷം വന്നാൽ കൂടെ സന്തോഷിക്കാൻ ആൾ വേണം, അവനെ തഴുകിക്കൊടുക്കാൻ ആൾ വേണം, അവനെ സമാധാനിപ്പിക്കാൻ ആൾ വേണം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന ജീവി ലോകത്ത് ഒറ്റക്കാവാൻ പാടില്ല എന്ന സൃഷ്ടാവിൻ്റെ നിശ്ചയമാണ്. അള്ളാഹു ഈ ലോകത്ത് മനുഷ്യനെത്തും മുമ്പേ മനുഷ്യർക്ക് വേണ്ടി കുടുംബ ബന്ധം എന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. ആ കുടുംബ ബന്ധത്തിന് പറയുന്ന പേര് റഹിമന. അള്ളാഹുവിൻ്റെ പേരിൻ്റെ പകുതിയാണെന്ന. എന്താ അള്ളാഹിൻ്റെ പേര്? റഹ്മാൻ, റഹീം അല്ലേ? ആ പേരിനോട് ചേർന്ന ഒരു പേരാണ് അള്ളാഹു കുടുംബ ബന്ധത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അതാണ് റഹീം. ആ കുടുംബ ബന്ധത്തെ, ആ സംവിധാനത്തെ അള്ളാഹ് ഉണ്ടാക്കി. ആ സംവിധാനം ഖാമത്തി റഹ്മു, അതീ ശ്രദ്ധിക്കണം കേട്ടോ, ഖാമത്തി റഹ്മു. ആ കുടുംബ ബന്ധം അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഒരു സ്വാഭാവിക സംശയം, കുടുംബ ബന്ധം എന്നുള്ളൊരു സംവിധാനമല്ലേ, അതിന് എണീറ്റ് നിൽക്കാൻ കയ്യും കാലൊക്കെ ഉണ്ടാവുമോ? അതെങ്ങനെയാണ് നടക്കുക? അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നടന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ഈ കൊച്ചു ബുദ്ധി കൊണ്ട് അത് ആലോചിച്ചിട്ട് തല പുണ്ണാക്കണ്ട. അങ്ങനെ ഉണ്ട് എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം, നമ്മളത് വിശ്വസിച്ചു. അതുകൊണ്ടാണല്ലോ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലായ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ നമുക്കതിൽ സംശയമല്ല. അത് ഉണ്ടാവോ? അതൊന്നും എൻ്റെ ബുദ്ധി കൊണ്ട് യോജിക്കുന്ന കാര്യമല്ല, അത് ഞാൻ വിശ്വസിക്കൂല എന്നൊരു വിശ്വാസിക്ക് പറയാൻ പറ്റൂല. റസൂല് വഹി മുഖേന സംസാരിക്കുന്നേ. ആ വഹി മുഖേന റസൂല് പറയാണ് ഖാമത്തി റഹ്മു, കുടുംബ ബന്ധം അള്ളാന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ആ കുടുംബ ബന്ധം, തിരക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇല്ല. ആ കുടുംബ ബന്ധം അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഈ ഹദീസ് വായിച്ച് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ആശയം പെട്ടെന്ന് പറയാം. ആ കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്ന് അള്ളാഹിനോട് ചോദിച്ചത് എന്താണെന്നറിയോ? അള്ളാഹുവേ, മനുഷ്യർക്കിടയിൽ കുടുംബ ബന്ധം എന്ന ഒരു സംവിധാനം നീ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൊണ്ടു നടക്കൽ മനുഷ്യർക്ക് അത്ര എളുപ്പമാവൂല. പക്ഷേ ആ മനുഷ്യൻ കുടുംബ ബന്ധം പാലിക്കണമെങ്കിൽ നീ എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ട് അവരെ അതിന് പ്രേരിപ്പിക്കേണ്ടി വരും. അല്ലാഹുവേ, അങ്ങനെ മനുഷ്യൻ കുടുംബ ബന്ധം പാലിക്കത്തക്ക വിധം എന്തെങ്കിലും ഒരു സംവിധാനം നീ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഒറ്റ ഉദാഹരണം പറയാം. ഒരു സ്കൂളിൽ പല നിറത്തിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചു വരുന്ന സ്കൂളിൽ ഒരിക്കൽ ഹെഡ്മാഷ് സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു, നാളെ മുതൽ എല്ലാ വിദ്യാർത്ഥികൾക്കും യൂണിഫോം നിർബന്ധമാക്കുകയാണ്. അപ്പൊ അധ്യാപകർക്ക് സംശയം, ഇതുവരെ ഇങ്ങനെ പല കളറൊക്കെ ഇട്ട് വരുന്ന കുട്ടികൾ യൂണിഫോം ഇടണമെന്ന് പറഞ്ഞാൽ അവർ യൂണിഫോം ഇടുമോ? അങ്ങനെ ഇട്ട് വരാൻ എന്തെങ്കിലും ഒരു നിയമപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പൊ പ്രിൻസിപ്പാൾ പറഞ്ഞുണ്ട്, യൂണിഫോം ഇടാത്ത ഒറ്റ ഒരുത്തനെയും ക്ലാസ് കയറ്റൂല. അപ്പൊ എല്ലാവരും യൂണിഫോം ഇടും. അതേ ചോദ്യം കുടുംബ ബന്ധം ചോദിച്ച്, മനുഷ്യന്മാർ ഈ കുടുംബ ബന്ധം പാലിക്കണമെന്ന് പറയുമ്പോൾ അത് പാലിക്കത്തക്ക എന്തെങ്കിലും ഒരു നിയമം നീ നിശ്ചയിച്ചിട്ടുണ്ടോ? നോക്കൂ, അതിന് അല്ലാഹു തആല പറയുന്ന മറുപടി നോക്കാൻ നിങ്ങൾ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, നഅം, ഉണ്ട്, ഞാനൊരു നിയമം ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്താ അറിയോ? അമാ തർലൈന അൻ അസ്ലു മൻ വസലകി വഖത മൻ ഖതഅകി. ഞാനൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് നിയമം? ഞാൻ നിശ്ചയിച്ച കുടുംബ ബന്ധത്തെ ആരാണോ മുറിച്ചു കളയുന്നത് അവരുമായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. അവരുമായുള്ള ബന്ധം ഞാൻ മുറിച്ചു കളയും. എൻ്റെ കാരുണ്യം, എൻ്റെ ഇസ്തിഗ്ഫാർ, എൻ്റെ സ്വർഗം, ഇതൊന്നും അവർക്ക് കിട്ടുകയല്ല. അവരുമായിട്ട് എനിക്ക്, ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ? അള്ളയാണ്. അവരുമായിട്ട് അള്ളാഹ്ക്ക് യാതൊരു ബന്ധമല്ല. അതേപോലെ ആരാണോ ഞാൻ നിശ്ചയിച്ച ബന്ധങ്ങൾ ചേർത്ത് നടക്കുന്നത് അവരുമായിട്ട് മാത്രമേ എനിക്ക് ബന്ധം ഉണ്ടാവുള്ളൂ. ആരാണോ ബന്ധം മുറിച്ചു കളയുന്നത് അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധം ഉണ്ടാവില്ല.
എന്നിട്ട് അള്ളാഹു കുടുംബ ബന്ധത്തോട് ചോദിക്കുകയാണ്, ഇപ്പം എനിക്ക് തൃപ്തിയായോ? അപ്പൊ കുടുംബ ബന്ധം പറഞ്ഞു, റളി, തൃപ്തിയായി. എന്തേ പറഞ്ഞേ? അള്ളാഹു നിശ്ചയിച്ച കുടുംബ ബന്ധം, ആ ബന്ധത്തെ ആരാണോ പൊട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് മാത്രമേ അള്ളാഹുവിനോട് ബന്ധമുണ്ടാവൂ, അള്ളാഹ്ക്ക് അവരോടെ ബന്ധം ഉണ്ടാവൂ. ഇനി അത് മനസ്സിലാവണമെങ്കിലേ ഞാൻ അടുത്ത ഹദീസ് കൂടി വായിക്കാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? അർറഹിമു മുഅല്ലഖത്തും ബിൽ അർശി. ഈ കുടുംബ ബന്ധം എന്ന് പറഞ്ഞ സാധനത്തിന്റെ അതിപ്പോ എവിടെ ഉള്ളത് അറിയങ്ങള്? അതിന്റെ സ്ഥാനം എവിടെ അറിയോ? മുഅല്ലഖത്തും ബിൽ അർശിന, അള്ളാഹുവിന്റെ അർശുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. എന്താ അർശ് എന്ന് പറഞ്ഞാല്? എല്ലാത്തിനും മീതെയുള്ള അള്ളാഹുവിന്റെ സിംഹാസനമാണ് അർശ്. ആ അർശുമായിട്ട് ബന്ധപ്പെട്ട് അർശിന്മലാണ് ഈ കുടുംബ ബന്ധത്തിന്റെ സ്ഥാനം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. എന്നിട്ടേ ആ കുടുംബ ബന്ധം ഇങ്ങനെ എല്ലാ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നാ. എന്താ പറയുന്ന അറിയോ? എന്റെ പ്രിയപ്പെട്ടവര് മനസ്സറിഞ്ഞ് കേൾക്കണം. ആ കുടുംബ ബന്ധം അള്ളാഹുവിന്റെ അർശിന്റെ കൂടെ ഇരുന്ന് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാണോ എന്നെ ചേർക്കുന്നത് അവരുമായിട്ട് അള്ളാഹു ബന്ധം ചേർക്കും. ആരാണോ എന്നെ മുറിച്ചു കളയുന്നത് അവരുമായിട്ട് അള്ളാഹുവിന് ബന്ധമുണ്ടാവുകയില്ല എന്ന് ആ അർശിലിരുന്നു കൊണ്ട് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത്? കുടുംബ ബന്ധം. ഇപ്പൊ നിങ്ങൾക്ക് എന്തേലും മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നേർക്ക് നേരെ മനസ്സിലാകുന്ന ഒരു വാക്ക് കൂടി ഞാൻ പറയാം. ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മിൻ. കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാവും. അല്ലാഹു തആല നിശ്ചയിച്ചതാണ് മനുഷ്യന് ബന്ധങ്ങൾ. എൻ്റെ ബാപ്പ ആരാവണമെന്ന് ഞാനാണോ തീരുമാനിച്ചത്? അല്ലല്ലോ. ഞാൻ ഈ ലോകത്ത് ജനിക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ബാപ്പ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ലോകത്തേക്ക് വരും മുമ്പേ എൻ്റെ ഉമ്മ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. എൻ്റെ എളാപ്പി, മൂത്താപ്പി, അമ്മാവനും അമ്മായിയും ഇവരൊക്കെ ഞാൻ ഈ ലോകത്ത് വരും മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി ആശുപത്രി വരാന്തയിലും ഓപ്പറേഷൻ വാർഡിൻ്റെ മുമ്പിലും വീടിൻ്റെ വരാന്തയിലൊക്കെ ആയിട്ട് അവരിങ്ങനെ കാത്തുക്കല്ലേ. അങ്ങനെ ചെറിയ കുട്ടിനെങ്ങനെ താങ്ങി പിടിച്ചിട്ട് ഒന്നുകിൽ നമ്മുടെ നാട്ടിലെ ജോലിക്കാരി അല്ലെങ്കിൽ നേഴ്സ് ഓൻ്റെ ബാപ്പാൻ്റെ മുമ്പേക്ക് എത്തിയപ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇതാ എന്റെ ബാപ്പേട്ടോ വന്നിക്കണേ. അപ്പോഴാണ് നമ്മൾ ബാപ്പാനെ കണ്ട്. അതിന്റെ മുമ്പേ ബാപ്പ വന്നിക്കണം. അപ്പൊ എൻ്റെ കുടുംബ ബന്ധം ഞാനല്ല നിശ്ചയിക്കുന്നത്, അത് അള്ളാഹു നിശ്ചയിച്ചതാ. എനിക്ക് എൻ്റെ കുടുംബക്കാരെ നിശ്ചയിക്കാൻ അധികാരം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ മന്ത്രിമാരൊക്കെ നിശ്ചയിക്കുന്ന പോലെ 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് 18 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ആരൊക്കെയാ കുടുംബക്കാരായിട്ട് വേണ്ടത് എന്ന് എഴുതിക്കോളി എന്ന് പറഞ്ഞ് എഴുതാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ എൻ്റെ അമ്മാവനായിട്ട് ഞാൻ MA യൂസുഫലിന്റെ ഒക്കെ പേര് എഴുതൂലേ? എൻ്റെ ഒന്നാമത്തെ അമ്മാവൻ MA യൂസുഫ് അലിക്കോട്ടെ. അത് പറയാൻ എനിക്ക് അധികാരമുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ അമ്മാവൻ ആരാവണമെന്നത് ഞാനല്ല തീരുമാനിച്ചേ. എൻ്റെ അമ്മായി ആരാവണമെന്ന് ഞാനല്ല തീരുമാനിച്ചേ. എൻ്റെ എളാപ്പ, മൂത്താപ്പ ഇവരൊക്കെ ആരാവണമെന്ന് ഞാനല്ല തീരുമാനിച്ചേ. അതൊക്കെ അള്ള തീരുമാനിച്ചതാ. ഇന്ന ആൾ എൻ്റെ വാപ്പട്ടോ, ഇന്ന ആൾ എൻ്റെ ഉമ്മട്ടോ, അതെൻ്റെ എളാപ്പയാണ് കേട്ടോ, ഇതെൻ്റെ മൂത്താപ്പയാട്ടോ, ഇത് വല്യമ്മയാട്ടോ, ഇത് അമ്മാവനാട്ടോ, അത് പടച്ച റബ്ബ് തീരുമാനിച്ചതാ. അങ്ങനെ കുറെ ആളുകളെ എൻ്റെ ബന്ധുക്കളാക്കിയിട്ട് അള്ളാഹു എന്നോട് പറഞ്ഞത് അവരോടുള്ള ബന്ധം നീ ചേർത്തോളണം. ആരോടെങ്കിലും എൻ്റെ എളാപ്പനോട് ഞാൻ മിണ്ടാറില്ല, എൻ്റെ അമ്മാവനോട് ഞാൻ മിണ്ടാറില്ല, എൻ്റെ അനുജനോട് ഞാൻ മിണ്ടാറില്ല, എൻ്റെ വാപ്പാനോടും ഉമ്മാനോടും ഞാൻ തെറ്റിയിട്ടുണ്ട്, എൻ്റെ സഹോദരിയോട് ഞാൻ മിണ്ടാറില്ല എങ്കിൽ അള്ളാഹു എന്നോട് മിണ്ടൂല. എൻ്റെ ഒരു ഇബാദത്തും അള്ളാഹ്ക്ക് വേണ്ട, എൻ്റെ ഒരു പ്രാർത്ഥനയും അള്ളാഹ് സ്വീകരിക്കൂല. വെറുതെ പറയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നമ്മൾ ഇന്ന് എന്തൊക്കെ സൽക്കർമ്മം ചെയ്തു? നിസ്കരിച്ചു, ഖുർആൻ ഓതി, കുറെ നല്ല കാര്യം ചെയ്തു, ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്നു, നല്ല കാര്യങ്ങൾ കുറെ ചെയ്തു. ഈ നല്ല കാര്യങ്ങളൊക്കെ മലക്കുകൾ ഇങ്ങനെ ശേഖരിച്ചു വെക്കും. എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്തുള്ള 7ാം ആകാശത്തിലേക്ക് ആ കർമ്മങ്ങളെ മലക്കുകൾ കൊണ്ടുപോകുന്നത് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്.
നിങ്ങളൊക്കെ തിങ്കൾ വ്യാഴാഴ്ച നോമ്പ് നോൽക്കാറില്ല. ചില ആൾക്കാരൊക്കെ അത് നോൽക്കാനുള്ള കാരണം എന്താണ്? അന്ന് നോമ്പ് വെക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കുന്നു എന്ന ചോദ്യത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാരണം ഇതാണ്: ഈ 2 ദിവസങ്ങളിലാണ് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ആ ദിവസം ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നമ്മളോടും ആ ദിവസം നോമ്പ് നോൽക്കാൻ പറഞ്ഞു. നമ്മൾ ചില ആൾക്കാരൊക്കെ കൃത്യമായിട്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പ് നോൽക്കാറുണ്ട്. അപ്പൊ ഇവിടെ പ്രശ്നം, ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങളുമായി മലക്കുകൾ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു ആ മലക്കുകളോട് പറയുന്ന, റസൂലുള്ളാഹി പറയണേ, അള്ളാഹു ആ മലക്കുകളോട് പറയും. എന്താ പറയാ? ആ 2 ആളുകൾ, ഇതാ ആ ഭീമാപ്പള്ളിക്കാരായ അബ്ദുറഹ്മാനും അബ്ദുള്ള ഉണ്ടല്ലോ, പേര് സാങ്കല്പികാട്ടോ, എൻ്റെ വകയാണ്, അതിനാരും തല്ലാൻ വരണ്ട, ഞാൻ വെറുതെ 2 പേര് പറഞ്ഞതാ. ആ 2 ആളുകൾ ഉണ്ടല്ലോ, അവരുടെ കർമ്മങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട. കാരണം എന്താ? ഒരു നിസ്കരിച്ചപ്പോൾ ഒന്നുണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാ? അല്ല, കാരണം അവർ തമ്മിൽ ഒരു ബന്ധം ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു. ആ ബന്ധം അവർ മുറിച്ചിട്ടുണ്ട്. അവർ പരസ്പരം മിണ്ടാറില്ല, മുഖത്തേക്ക് നോക്കാറില്ല, സംസാരിക്കാറില്ല, സലാം പറയാറില്ല, പറഞ്ഞാൽ മടക്കാറില്ല, രോഗിയായാൽ സന്ദർശിക്കാറില്ല, വീട്ടിലേക്ക് വിളിക്കാറില്ല, വിളിച്ചാൽ ഉത്തരം ചെയ്യാറില്ല. അവർ തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടേതൊന്നും എനിക്ക് വേണ്ട, അത് അവിടെ കിടന്നോട്ടെ, അവിടെ കിടന്നോട്ടെ, എനിക്ക് വേണ്ട, നാം നശിപ്പിക്കണ്ട, ആ അമലവിടെ നിന്നോട്ടെ. മരിക്കുന്നതിന് മുമ്പ് അവർ ബന്ധം നന്നാക്കുകയും തൗബ ചെയ്യുകയാണെങ്കിൽ മാത്രം അവരുടെ കർമ്മങ്ങൾ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ മതി. മരിക്കുന്നതിന് മുമ്പ് അവർ നന്നാവുകയും തൗബ ചെയ്യുകയാണെങ്കിൽ മാത്രം ആ കർമ്മങ്ങൾ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ മതി, എങ്കിലേ ഞാനത് സ്വീകരിക്കൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹ്മിൻ. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് എനിക്ക് എൻ്റെ എളാപ്പാൻ്റെയും മുത്താപ്പാൻ്റെയും ഒക്കെ സഹായം സ്വർഗത്ത് പോകാൻ? ഞാൻ അമൽ ചെയ്താൽ പോരെ? നമ്മുടെ അമലുകൾ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ അതിന് അള്ളാഹു നിശ്ചയിച്ച ഉപാധികളിൽ ഒന്നാണ് ഏൽപ്പിക്കപ്പെട്ട കുടുംബ ബന്ധങ്ങളെ കൃത്യമായി കൊണ്ടോണം. നമ്മളാ നോട്ടീസ് വായിച്ചിട്ടുങ്ങൾ, ആ നോട്ടീസിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട സംഭവമുണ്ട്. പ്രവാചകന്റെ സഹാബിമാരൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. ഇബ്നു മസ്ഊദിനെ പോലെയുള്ള സഹാബിമാര് അവരിങ്ങനെ ഖുർആൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന വാക്കെന്താരങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഒക്കെ ക്ലാസ് കേൾക്കാൻ വേണ്ടി 10,000-കണക്കിന് ആൾക്കാർ മദീന പള്ളിയുടെ പരിസരത്ത് വന്ന് കൂടും. അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്ന വാക്കെന്താ അറിയോ? പരസ്പരം തെറ്റിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കൊള്ളണം. കാരണം അള്ളാഹു നിശ്ചയിച്ച ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവർ അവർ ഇരിക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരൂല. ആ സദസ്സിന് അള്ളാഹിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടൂല. അതുകൊണ്ട് പരസ്പരം തെറ്റിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ ക്ലാസുകൾ ആരംഭിച്ചത് എന്ന് ഹദീസുകളിലും ചരിത്രത്തിലും തെളിഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ഒന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞു തീർത്തു. എന്താ ഒന്നാമത്തെ വിഷയം? കുടുംബ ബന്ധത്തിൻ്റെ പവിത്രത. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹുവിനെ പറ്റിയും കുടുംബ ബന്ധത്തെ പറ്റിയും അള്ളാഹു നാളെ നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുക, സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്ത് ചെയ്യണം? റസൂൽ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കണം, പിന്നെ കുടുംബ ബന്ധങ്ങൾ പുലർത്തണം, പിന്നെ 5 നേരം നിസ്കരിക്കണം. ഓക്കെ, ആ മുൻഗണനാക്രമം നോക്കാണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കണം, പിന്നെ കുടുംബ ബന്ധങ്ങൾ പുലർത്തണം, പിന്നെ 5 നേരം നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം. അതങ്ങനെ പോവാണ്. അപ്പൊ കുടുംബ ബന്ധം പാലിക്കുക എന്നത് അതിന് മതം നൽകുന്ന പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഇരുന്ന ഇരിപ്പിൽ ഒന്ന് കണ്ണടച്ചിട്ട് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കുക, എൻ്റെ അമലുകൾ അള്ളാഹിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നുണ്ടോ? ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഇബാദത്തുകൾ പാതി വഴിയിൽ കിടക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ മിണ്ടാത്ത, പറയാത്ത, മുഖത്തേക്ക് നോക്കാത്ത, സലാം പറയാത്ത ബന്ധങ്ങൾ എനിക്കുണ്ടോ? ഒന്നടന്വേഷിക്കുക.
ഉണ്ടെങ്കിൽ അത് നന്നാക്കാതെ ചെയ്യുന്ന അമലുകളൊക്കെ വെറുതെ. സാധാരണ ഈ നോമ്പ് റമളാൻ മാസം വരുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് സ്ത്രീകൾ വീടുകളൊക്കെ ഒന്ന് വൃത്തിയാക്കൂലേ? അതിനെന്താ പേര് പറയല് ഇവിടെ ഈ നാട്ടില്? റമളാൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയല്? ഞാൻ ആ പേരെണ്ണം മറന്ന്. സാധാരണ നനച്ചുകുളി എന്ന് പറയും. ഇവിടെ എന്താ പരിപാടി? ആ റമളാൻ്റെ മുമ്പായിട്ട് വീടൊക്കെ കഴുകി വൃത്തിയാക്കി അടിച്ചു പോയി റെഡിയാക്കി ഡ്രസ്സൊക്കെ അലക്കി ഒന്ന് ഒരുങ്ങും ആൾക്കാർ. സത്യത്തിൽ ഈ നമ്മുടെ ജനലുകളിലും വാതിലുകളിലുമൊക്കെ 8 കാലി വലകളുള്ളത് കൊണ്ട് നമ്മുടെ നോമ്പ് അല്ലാഹ് സ്വീകരിക്കാതെ കൂല. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പിൻ്റെ 8 കാലി വലകൾ ഉണ്ടെങ്കിൽ അവൻ്റെ ഒരു അമലും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കൂല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ബന്ധത്തിൻ്റെ ഇസ്ലാം നിശ്ചയിച്ച കുടുംബ ബന്ധത്തിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ കുടുംബങ്ങൾ മുസ്ലിങ്ങളല്ലെങ്കിൽ പോലും അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചേ പറ്റും. ചില ആൾക്കാർ പറയേ, ഞാൻ എൻ്റെ അമ്മാൻ്റെയും ബാപ്പാൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് 6 മാസമായി, എൻ്റെ ഓല് വെറും ഖുറാഫാത്ത, ഞാൻ ആ വീട്ടിൽ തന്നെ കയറാറില്ല. ഓൻ ചെയ്യുന്നത് കടുത്ത കുറ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, എനിക്ക് ചില കുടുംബങ്ങളുണ്ട്, അവർ ആദർശപരമായിട്ട് അപ്പുറത്താണ്, പക്ഷേ അവരോടുള്ള കുടുംബ ബന്ധങ്ങൾ ഞാൻ പുലർത്തുക തന്നെ ചെയ്യും. നമ്മുടെ കുടുംബം എവിടെ ഒലിഞ്ഞ് വേറെ മതക്കാരാവട്ടെ, ഒരു മതം മാറി വേറെ മതത്ത് പോട്ടെ, പക്ഷേ കുടുംബപരമായ ബാധ്യതകളുണ്ടല്ലോ, അത് നിർവഹിക്കൽ നമുക്ക് നിർബന്ധം. നമ്മുടെ ചില ഇസ്ലാഹി പ്രവർത്തകരൊക്കെ ചെറുപ്പക്കാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബാപ്പാനോട് സലാം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബാപ്പുള്ള വീട്ടിലേക്ക് പോയിട്ട് മാസങ്ങളായി ഉമ്മ സുഖമില്ലാതെ കിടക്കുക, ഞാനാണ് പോകലില്ല, എന്തേ ഓരൊക്കെ ഖുറാഫികളാണ്, ഓരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതൊന്നും കുടുംബ ബന്ധം പുലർത്തുന്നതിന് തടസ്സമേ അല്ല. തടസ്സം മാത്രമല്ല, ഒരു ന്യായീകരണം പോലുമല്ല. അത് പുലർത്തിയിരിക്കണം. അബൂ താലിബ് മരിക്കുമ്പോ അബൂ താലിബിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആരാ അബൂ താലിബിന്റെ മയ്യത്ത് കുളിപ്പിച്ചേ? അബൂ താലിബിന്റെ മകൻ അലിയാണ് ആ മയ്യത്ത് കുളിപ്പിക്കുന്നത്. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് അബൂ താലിബ് മുശ്രിക്കായിട്ടല്ല മരിച്ചേ, മുശ്രിക്കായ അബൂ താലിബിന്റെ മയ്യത്ത് എങ്ങനെ മോമിനായ അലി കുളിപ്പിക്കോ? റസൂല് പറഞ്ഞു അലിയോട് പോയി കുളിപ്പിക്കുക പറഞ്ഞ്. റസൂല പറഞ്ഞയച്ച അലിയാരെ അബൂ താലിബിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. ബാധ്യതകളാ, ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ നമ്മളെന്താ അറിയോ, വേഗം തെറ്റും. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് തെറ്റും, ജ്യേഷ്ഠാഞ്ചന്മാർ തെറ്റും, ബാപ്പിയും മക്കളും തെറ്റുക. അങ്ങനെ തെറ്റിയിട്ട് അവസാനം മരിച്ചിട്ടേ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഇങ്ങനെ കൊടുത്ത് വിലങ്ങിനിങ്ങനെ കിടത്തും. മയ്യത്ത് വെറുങ്ങലിച്ച മയ്യത്ത് വെള്ളത്തുണി പൊതിഞ്ഞിട്ട്, എന്നിട്ട് ഇങ്ങനെ ആ മയ്യത്തിന്റെ തലഭാഗത്തു നിന്നൊരു കുമ്പസാരുണ്ട്. ഒന്നുകിൽ പള്ളിക്കല ഉസ്താദ്, ഇല്ലെങ്കിൽ നാട്ടിലെ കാരണവര്, അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും മൈക്കെടുത്തിട്ട് മരിച്ചു കിടക്കുന്ന ഇന്ന വ്യക്തിയാണ്, അദ്ദേഹം ആരോടെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദീനുൽ ഇസ്ലാമിനെ ഓർത്ത് നിങ്ങൾ പുറത്തു കൊടുക്കണം. ആരാ പുറത്തു കൊടുക്കുക? അള്ളാഹ് പുറത്തു കൊടുക്കൂല. അള്ളാഹു പുറത്തു കൊടുക്കണമെങ്കിൽ നമ്മൾ ചെയ്തൊരു തെറ്റ് പടച്ചോൻ പൊറുക്കണമെങ്കിലേ ആ തൗബക്ക് അള്ളാഹു നിശ്ചയിച്ച നിബന്ധന എന്താ? നിങ്ങൾ മരണം തൊണ്ടക്കുഴിയിലെത്തും മുമ്പേ, അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും മുമ്പേ നമ്മൾ തൗബ ചെയ്യണം. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആരോടെങ്കിലും നമ്മുടെ ബന്ധങ്ങളിൽ ആരോടെങ്കിലും നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ, വിദ്വേഷം ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർത്തോളണം. ഇല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകളൊക്കെ വെറുതെ കിടക്കും. അപ്പം ചില ആൾക്കാർ ചോദിക്കുന്ന സംശയമുണ്ട്, ഉസ്താദേ എനിക്ക് നന്നാവണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ, ഓരും കൂടി ശ്രമിക്കണ്ടേ? ഞാൻ പലവട്ടം ശ്രമിച്ചു നോക്കി, പല ആളുകളോടും പറഞ്ഞു നോക്കി, പക്ഷെ അവർ നന്നാവാൻ വരുന്നില്ല, ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ പറയുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. ചിലപ്പോൾ ജ്യേഷ്ഠത്തി അഞ്ചത്തിയൊക്കെ തെറ്റിയേക്കും. വീട്ടിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയും അനുജൻ്റെ ഭാര്യയും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചില കശപിശയിൽ പരസ്പരം മിണ്ടാതെ നടക്കുന്നുണ്ടാവും. അള്ളാഹു റസൂൽ പറഞ്ഞൊരു കാര്യം കേട്ടോ, മനുഷ്യന്മാരാകുമ്പോൾ വിവിധങ്ങളായ ചിന്തകളൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ തെറ്റാതൊക്കെ ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞ് വേറൊരു കാര്യം പറഞ്ഞ് എനിക്കൊരു നീരസം ഉണ്ടായി, അവിടെ നീരസം ഉണ്ടായി, ഒരു തെറ്റ്. ആ തെറ്റിന് ഇസ്ലാം അനുവദിച്ച പരമാവധി സമയം എത്രയേറെ? 3 ദിവസം. ആ 3 ദിവസം ഒരു വിഷയത്തിൽ നമ്മൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറ്റക്കാരല്ല, അത് സ്വാഭാവിക. പക്ഷെ ആ തെറ്റ് 4ാമത്തെ ദിവസത്തേക്ക് കടന്നാൽ
രണ്ടാളും കുറ്റക്കാരാ. 4 ദിവസം പോയിട്ട് 40 കൊല്ലായി ഞങ്ങൾ മിണ്ടിയിട്ട് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? എത്രക്കാരം വരെ കുറ്റല്ലേ ഇത്? റസൂൽ പറയണേ, മരിക്കണീന്റെ മുമ്പ് അവർ രണ്ടാളും നന്നാവുകയാണെങ്കിൽ രണ്ടാൾക്കും കഴിച്ചിലാവാം. നന്നാവുന്നതിന് മുമ്പ് ഒരാൾ മരിച്ചാൽ, ഞങ്ങളുടെ നാട്ടിലെ ഒരു ജ്യേഷ്ഠനും അനുജനുണ്ട്, ആകെ 2 മക്കളെ ഒരാൾക്കുള്ളൂ, നല്ല സ്വത്തുള്ള വാപ്പയാണ്. പക്ഷെ ബാപ്പ മരിച്ചപ്പോൾ ഈ സ്വത്തിൻ്റെ പേരിൽ ജ്യേഷ്ഠനും അനുജനും തെറ്റി. എന്നാൽ ഈ ജ്യേഷ്ഠനാണ് ഈ അനുജനെ വളർത്തിയെടുത്തത്. ചെറുപ്പത്തിൽ ഒക്കത്ത് വെച്ച് ആ അനുജനെ വളർത്തി വലുതാക്കിയത് ജ്യേഷ്ഠനാ. അത്ര സ്നേഹമാണ് ഇവർ തമ്മിൽ. പക്ഷേ ബാപ്പ മരിച്ചപ്പോൾ സ്വത്തിൻ്റെ പേരിൽ ഇവർ രണ്ടാളും തെറ്റിന്നല്ല, നന്നാവണില്ല. എന്നാ വലിയ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ നന്നാവണില്ല, മിണ്ടണില്ല. രണ്ടാൾ 2 വൈക്കാ പോണേ. മസ്ലഹത്ത് കമ്മിറ്റി, പള്ളി കമ്മിറ്റിയൊക്കെ പലപ്പോഴും പോലെ നന്നാക്കാൻ നോക്കിയെങ്കിലും ഒരു നന്നാവണില്ല. രണ്ടാളും വാശി തന്നെ. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഈ അനുജന് അറ്റാക്ക് വന്നിട്ട് അയാൾ ആശുപത്രിയിലായി. അപ്പോൾ ആ ജ്യേഷ്ഠൻ കേട്ട്, ജ്യേഷ്ഠന്റെ ഉള്ളിൽ അനുജനോട് സ്നേഹമുണ്ട്, പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാതെ നിൽക്കുമ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ അയാൾ ആകപ്പാടെ പൊട്ടിപ്പോയി തകർന്ന് അയാൾ ഓടി ആശുപത്രിയിലെത്തി അനുജനെ കാണാൻ. പക്ഷേ ICUലാണ്. ഡോക്ടർ പറഞ്ഞു ഇന്നിനി കാണാൻ പറ്റില്ല, നാളെ രാവിലെ 7 മണിക്ക് ICUവിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ബന്ധുക്കളൊക്കെ പറഞ്ഞു, കാക്ക നിങ്ങൾ പൊയ്ക്കോളി, നാളെ രാവിലെ വന്നോളി, ഇവിടെ ആശുപത്രിയിൽ നിൽക്കാനൊക്കെ പണിയാണ്. ഇയാൾ പറഞ്ഞു ഞാൻ പോവില്ല, ഞാൻ എൻ്റെ അനുജനോട് സംസാരിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ മാപ്പ് പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അയാൾ അവിടെ ഇരുന്ന് ICUവിൻ്റെ മുമ്പിൽ ആ തിണ്ണയിലടി ഇരുന്ന്. അപ്പോൾ ആളുകൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട, റൂമുണ്ട്, ആ റൂമിൽ പോയിട്ട് കിടന്നോളി, രാവിലെ അല്ലേ എന്തായാലും ICUവിൽ പോകാൻ പറ്റുള്ളൂ, നിങ്ങൾ വെറുതെ ഇരിക്കണ്ട. ഇയാൾ പറഞ്ഞു പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. അയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നോക്കും. അപ്പുറത്ത് വായിലൊക്കെ മൂക്കിലൊക്കെ പൈപ്പിട്ട് കിടക്കുന്ന തൻ്റെ അനുജനെ നോക്കി അയാൾ സങ്കടപ്പെട്ട് കരയും. അയാളുടെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്, രാവിലെ 7 മണിക്കെങ്കിലും അനുജൻ്റെ കൈ പിടിച്ച് അവനെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് മാപ്പ് ചോദിക്കണം. പക്ഷേ 3 മണിക്ക് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളി, വെള്ളം കൊടുക്കാനോ മറ്റുണ്ടെങ്കിൽ കൊടുത്തോളി. ആള് പോവാണ്. ആൾ പോയി, അനുജൻ മരിച്ച്. ആ ജ്യേഷ്ഠൻ ഇപ്പോഴും മാനസികമായി ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. കണ്ട കരയും ഒരു അവസ്ഥ. ആ അനുജന്റെ കൈയൊന്ന് പിടിച്ച് സാരല്ലട്ടോ എന്ന് പറയാൻ അയാൾക്ക് സമയം കിട്ടിയില്ല. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ റസൂലുള്ള പറയണേ, കുടുംബ ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കണം എന്നാഗ്രഹിച്ച് ആരാണോ ആദ്യം മുന്നോട്ടിറങ്ങുന്നത് അവൻ ആ കുറ്റത്തിൽ നിന്ന് മുക്തനായി. ഇപ്പം ഞാനും എൻ്റെ അമ്മാവൻ്റെ മോനും തമ്മിൽ തെറ്റിലാണ്. പക്ഷെ എനിക്കിങ്ങനെ തോന്നി, ഇങ്ങനെ വയലൊക്കെ കേട്ടപ്പോൾ എൻ്റെ അമലുകളൊക്കെ വെറുതെ പോവുകയാണ് റബ്ബേ, അതുകൊണ്ട് ഓനായിട്ട് നന്നാവണം. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഓൻ്റെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് ഓൻ വാതിൽ തുറന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ ഓന് പിരാന്തായി. ഞാൻ പറഞ്ഞു അസ്സലാമു അലൈക്കും. നോക്കിയാ പൊന്നാറ സുഹൃത്തെ, നമ്മൾ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? മരിച്ചു പോകേണ്ട മനുഷ്യന്മാരല്ലേ, നമുക്ക് നന്നാവണ്ടേ? നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തീർക്കല്ലേ? എൻ്റെ ഭാഗത്ത് എന്താ ചെയ്യണ്ടേ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. ഞാൻ നന്നാവാൻ ശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ആദ്യം ആരാണോ നന്നാവാൻ ശ്രമിക്കുന്നത് അവൻ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ഓൻ ക്ലിയറായി. മറുഭാഗത്തുള്ള ആള് അയാളും നന്നാവാൻ ശ്രമിക്കുകയാണെങ്കിൽ രണ്ടാളും രക്ഷപ്പെട്ട്. ഇനി മറുഭാഗത്തുള്ള ആള് പറയാണ് നന്നാവേ, ഞാനോ എന്നോടോ എന്താ പറയാ എൻ്റെ പട്ടി നന്നാവെന്ന് പറഞ്ഞ് ഡയലോഗൊക്കെ അടിച്ചുകാണ്ട് ഓൻ തിരിഞ്ഞു പോയാലോ? റസൂലുള്ള പറയണേ, അവന് 2 ഇരട്ടി ശിക്ഷ ഉണ്ടാവും. ആർക്ക്? ബന്ധം നന്നാവാൻ അനുവദിക്കാതെ അനാവശ്യമായ വാശിയുമായി ആരാണോ ബന്ധത്തിനെതിരെ തിരിഞ്ഞു നിൽക്കുന്നത് അവന് ഇരട്ടി ശിക്ഷ ഉണ്ടാകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്, ക്ലിയറാണ്. നമ്മൾ ആരോടെങ്കിലും നമ്മുടെ ബന്ധത്തിൽ ചെറിയ വിള്ളലുണ്ടെങ്കിൽ നമ്മളത് നന്നാക്കാൻ ശ്രമിക്കുക. ചെല്ലുക, അവരോട് പറയാ, സലാം പറയാ, നന്നാവാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം നമുക്ക് ഒറ്റക്ക് പോകാൻ മടിയാ, നമ്മൾ പള്ളി മസ്ലഹത്ത് കമ്മിറ്റി ഉണ്ടാവും. കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ എല്ലാ മഹല്ലുകളിലും സക്കാത്ത് സെല്ല് പോലെ നിർബന്ധമായി ഉണ്ടാക്കേണ്ട ഒരു സംഗതിയാണ് മസ്ലഹത്ത് സമിതി. ആ മസ്ലഹത്ത് സമിതിയുമായിട്ട് ബന്ധപ്പെട്ട ഞാനും എൻ്റെ അളാപ്പയായിട്ട്, എൻ്റെ അനുജനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിട്ട് ഞങ്ങൾ ചെറിയ തെറ്റുണ്ട്, നിങ്ങൾ അതിൽ ഇടപെട്ടുകാണ്ട് അതൊന്ന് നന്നാക്കി തരണം കേട്ടോ എന്ന് ആരാണോ തുടങ്ങി വെക്കുന്നത് ഓൻ രക്ഷപ്പെട്ടു. മറുഭാഗത്ത് അതിനെ എതിർക്കുന്നത് ആരോ ഓൻ അള്ളാഹ് പള്ള നിറച്ചു കൊടുക്കും. അപ്പോൾ ബന്ധങ്ങൾ നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മരിച്ചു കഴിഞ്ഞാൽ
ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഈ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനാവുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക, അല്ലേ? അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായി പാലിക്കണം. ഇതിൽ ഒരുപാട് ഹദീസുകൾ, ആയത്തുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. പക്ഷേ അതൊക്കെ സംസാരിക്കാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ നിർത്തി. ഇനി കുടുംബ ബന്ധം പുലർത്തിയാൽ പരലോകത്ത് സ്വർഗം കിട്ടുമെന്നതുപോലെ കുടുംബ ബന്ധം പുലർത്തിയാൽ അതുകൊണ്ട് ഈ ലോകത്ത് ഒരു വലിയ നേട്ടം കിട്ടാണ്ടെന്നാണ്. നമ്മളെ പല ആളുകളും ഈ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയാനുള്ള കാരണം എന്താ? പെങ്ങന്മാരോട് മിണ്ടൂല, അളിയനോട് മിണ്ടൂല, അങ്ങനെ മിണ്ടൂല. എന്താ കാരണം എന്നറിയോ? അതെ, എല്ലാവരും ഇങ്ങനെ മിണ്ടി ഓലെങ്ങനെ കൊണ്ടെടുക്കാൻ നല്ല ചെലവാ. കുട്ടികളെ കല്യാണത്തിന് പൈസ കൊടുക്കണം, ആശുപത്രി പൈസ കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ട് വലിയ സാമ്പത്തിക ചെലവാണ്. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകലില്ല. ഞാനിങ്ങനെ എൻ്റെ കുട്ടികൾ, എൻ്റെ പെണ്ണുങ്ങൾ, പള്ളി, നിസ്കാരം, അങ്ങനെ എൻ്റെ ബൈക്ക് അങ്ങനെ പോകും. ഞാൻ അങ്ങനെ എല്ലായിടത്തേക്കൊന്നും പോകാറില്ല, അങ്ങനെ ബന്ധത്തിലൊന്നും പുതുക്കാൻ നിൽക്കാറില്ല, ഞാനും എൻ്റെ കുട്ടികളും എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ആരാണോ തൻ്റെ ഉപജീവനം വിശാലമാകണമെന്നും അതേപോലെ തൻ്റെ ആയുസ് വർദ്ധിക്കണമെന്നും ആരാണോ ആഗ്രഹിക്കുന്നത്, ഈ ആഗ്രഹം ഇല്ലാത്ത ആൾക്കാർ കൈവന്നിച്ചാണ്. എൻ്റെ ഉപജീവനം, വരുമാനം വിശാലമാവണം, 1. 2, എൻ്റെ ആയുസ് വർദ്ധിക്കണം. ഈ 2 ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടോ? ഇല്ലല്ലോ. ഈ 2 കാര്യങ്ങളും നടക്കാൻ അള്ളാഹു നിശ്ചയിച്ചത് കാരണം എന്താ? നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുത്തോളൂ എന്നല്ല പറഞ്ഞേ. എന്താ പറഞ്ഞറിയോ? ഫൽ യസിൽ റഹിമഹൂന, അവൻ്റെ കുടുംബ ബന്ധങ്ങളെ ചേർക്കട്ടെ. കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തി എല്ലാ ബന്ധങ്ങളെയും സ്നേഹത്തോടു കൂടി കൊണ്ടു നടക്കുന്ന ആൾക്ക് അള്ളാഹു ഈ ലോകത്ത് കൊടുക്കുന്ന സമ്മാനാണ് ഓൻ്റെ ഉപജീവനം വിശാലമാക്കുകയും അവൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന. അപ്പോൾ മറക്കണ്ട. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളൊരു പരാജയം എന്താ അറിയോ? നമുക്കറിയാലോ, നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന കാലത്ത് അവർ കുടുംബ ബന്ധത്തെ കൊണ്ടു നടന്ന പോലെ നമ്മൾ കൊണ്ടു നടക്കുന്നില്ല. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ബാപ്പ ഉള്ള കാലത്ത് അവിടെ ആ ഭാഗത്തു നിന്നൊക്കെ കുറേ ബന്ധുക്കൾ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. ബാപ്പ മരിച്ചതിന് ശേഷം ഇങ്ങോട്ട് ആരും വന്നിട്ടുമില്ല, ഞങ്ങളൊന്നും അങ്ങോട്ട് പോയിട്ടുമില്ല. അങ്ങനെ പറയുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ? ബാപ്പാന്റെ മയ്യത്ത് നിസ്കാരത്തിന് ഓല് വന്നിനി, അന്നാണ് പോയതാണ്, പിന്നെ ഞങ്ങൾ അങ്ങോട്ടും പോയിട്ടില്ല, ഓല് ഇങ്ങോട്ടും വന്നിട്ടില്ല എന്ന് പറയുന്ന ചില ബന്ധങ്ങളൊക്കെ നമ്മുടെ ബന്ധങ്ങളിലില്ലേ? പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊന്നും ബന്ധങ്ങളെക്കുറിച്ച് അറിയില്ല. നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ കൈ പിടിച്ച് ബന്ധുവീടുകളിലേക്ക് ചെന്ന് അവിടെ വിരുന്ന് പാർത്ത് ഇത് ഇന്ന ബന്ധുക്കളൊക്കെയാണ് എന്ന് അവർ നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. പക്ഷെ നമ്മുടെ മക്കളെ അങ്ങനെ ബന്ധത്തിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അടുത്ത ബന്ധുക്കളെ പോലും അറിയില്ല. ഞാനേ ഈ കഴിഞ്ഞ റമദാനിലെ നമ്മുടെ വീട്ടിൽ കുറച്ച് കിറ്റുകൾ, ഒരാൾ ഒരു നല്ല മനുഷ്യൻ കുറച്ച് കിറ്റ് എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇത് നിങ്ങൾ അർഹരായ ആൾക്കാർക്കുണ്ടെങ്കിൽ കൊടുത്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൽ കുറച്ച് കിറ്റ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മക്കളെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇതൊന്ന് അവർ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. അവിടെ പോയി വന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ആരാ വീട്ടിലുണ്ടായിരുന്നത്? ഒരു പറഞ്ഞ മറുപടി നിങ്ങൾ അവിടെ ഇങ്ങനെ താടിയുള്ള ഒരാളില്ലേ, ആ മൂപ്പരുണ്ടായിനി, പിന്നെ വയസ്സായിട്ടൊരു ഉമ്മല്ലേ, അമ്മയുണ്ടായിനി. ഈ ഇമ്മ ആരാന്ന് അവർക്കറിയില്ല, അവിടെ താടിയുള്ള ആളാരാ ഓലക്കറിയില്ല. കുറ്റക്കാര ഓലല്ല. ആരാ കുറ്റവാളി? ഞാനാണ് കുറ്റവാളി. എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിൻ്റെ വേരുകൾ കാണിച്ചു കൊടുക്കേണ്ട ചുമതല എനിക്കാ. അത് എവിടെ ആവശ്യം വരിക? നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചേ, എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആ മാതാപിതാക്കൾക്ക് മരണപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റേത്, ഇനി അവരുടെ മരണാനന്തരം എനിക്ക് കൂലി കിട്ടുന്ന എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്യാണ്ടോ? എൻ്റെ മാതാപിതാക്കൾ മരിച്ചിട്ടുണ്ട്, ഇനി അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാണ്ടോ? പ്രവാചകൻ പറഞ്ഞു, ഉണ്ട്. അവർക്ക് വേണ്ടി നിസ്കരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലേ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം. ഒന്ന് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം കേട്ടോ. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ അവരോട് കരുണ കാണിക്കണേ, അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ റസൂൽ എന്താ പറഞ്ഞ, അവരിൽ കൂടി നിലനിന്നിരുന്ന കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ തുടർന്നു കൊണ്ടുപോകണമെന്ന്.
എൻ്റെ ബാപ്പാൻ്റെയും എൻ്റെ അമ്മാൻ്റെയും കുടുംബങ്ങൾ ഏതാണോ ആ ബന്ധങ്ങൾ അവർ മരിച്ചു കഴിഞ്ഞാലും ഞാനത് കൊണ്ടു നടക്കണം. അതിൻ്റെ ചുമതലയാണ്. നാളെ ഞാൻ മരിച്ചാൽ അത് കൊണ്ടെടുക്കേണ്ട ചുമതല എൻ്റെ മക്കൾക്കാണ്. അതിൻ്റെ മക്കൾക്ക് അറിയണ്ടേ ആരാ എൻ്റെ കുടുംബക്കാർ, എൻ്റെ അനുജൻ ആരാണ്, ജ്യേഷ്ഠൻ ആരാണ്, എളാപ്പ ആരാണ്, മൂത്താപ്പ ആരാണ്, വല്ലിപ്പ ആരാണ്, വല്യമ്മ ആരാണ്, അമ്മാവൻ എവിടെയാണ്, അമ്മായി എവിടെയാണ്, ഇതൊക്കെ അറിയണ്ടേ. എൻ്റെ പോലെ ഉമ്മാൻ്റെ സഹോദരിമാർ, ഈ ഉമ്മാൻ്റെ സഹോദരിമാരൊക്കെ ആരാണ് നിങ്ങൾ? ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി അനുജത്തിയൊക്കെ. ഒരിക്കൽ ഒരാൾ പ്രവാചകരോട് ചോദിക്കണേ, എൻ്റെ മാതാവിൻ്റെ സഹോദരിമാർ അവരും ഞാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാവണമെന്ന്. എൻ്റെ റസൂൽ പറഞ്ഞ മറുപടി അറിയങ്ങൾ എന്താ പറഞ്ഞ, നിന്റെ മാതാവിൻ്റെ സഹോദരിമാർ നിന്റെ ഉമ്മയെ പോലെയാണെന്നാ. ഞാൻ എൻ്റെ ഉമ്മയെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് എൻ്റെ ഉമ്മയുടെ അനുജത്തിയെ കാണേണ്ടത്, എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയെ കാണേണ്ടത്. അതാണ് ബന്ധത്തിൻ്റെ വില. അപ്പൊ എൻ്റെ മക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കണം ആരൊക്കെയാണ് മക്കൾ. നമ്മൾ കൊണ്ടോണം, മോനവാ നമുക്ക് ഈ ടൂർ പോകല് എപ്പോഴും ഇങ്ങനെ കന്യാകുമാരിക്കും കോവളത്തേക്കും മാത്രം പോകരുത്. ഇടക്കിടക്ക് മക്കളെയും കൂട്ടി കുടുംബത്തേക്ക് പോകണം. മക്കളെ ഇത് ആരാന്നറിയോ? ഇത് ബാപ്പാൻ്റെ അനുജൻ്റെ മോനാട്ടോ, അതായത് ഇൻ്റെ അനുജൻ്റെ മോനാണ്, പേരുണ്ടതാട്ടോ, ഇത് അതേപോലെ മക്കളാണ്, കുടുംബങ്ങളാണ്. നിങ്ങൾ പരസ്പരം അറിയണം, ചേരണം, സംസാരിക്കണം, ബന്ധങ്ങൾ ഉണ്ടാവണം കേട്ടോ. എൻ്റെ കുടുംബത്തെ എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ചുമതല എനിക്കുണ്ട്. അത് ഔദാര്യമല്ല, അതെന്റെ കടമയാണ് അല്ലേ? അപ്പോ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ അറിയണം, ആ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണം. നമ്മുടെ കുട്ടികൾക്ക്, പുതിയ തലമുറക്ക് ആ ബന്ധത്തിൻ്റെ വഴികൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. ആ ബന്ധങ്ങൾ പുതുക്കുവാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വർത്തമാനകാലത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, മൊബൈൽ ഫോണുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ മാത്രം ഒതുങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയും കണ്ടും സലാം പറഞ്ഞും രോഗിയാകുമ്പോൾ സന്ദർശിച്ചും അങ്ങനെ പരസ്പരമുള്ള ഈ സഹായമൊക്കെ ചെയ്യുമ്പോഴേ കുടുംബങ്ങൾക്ക് സഹായം ചെയ്യാറുണ്ട് ഭയങ്കര പുണ്യമുള്ള കാര്യമാണ്. സൈനബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറയാ, പെണ്ണുങ്ങളോട് മൊത്തത്തിൽ പ്രവാചകൻ പറഞ്ഞേ, പെണ്ണുങ്ങളെ നരകത്തേക്ക് നോക്കിയപ്പോൾ നിങ്ങളെ കേട്ടോ തോനെ കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരക്കച്ചൊളയാണ് കൈവശമുള്ളതെങ്കിൽ അതെങ്കിലും ദാനം ചെയ്ത് നിങ്ങൾ നരകത്തെ കാത്തോളണം. ഈ ദാനം എന്ന് പറഞ്ഞ സംഗതി സ്വതക്ക, അതും നരകവും തമ്മിൽ ഭയങ്കര ബന്ധം കിട്ടോ. നിങ്ങൾക്കറിയില്ലേ, നമ്മളൊക്കെ ചിരിച്ചൊക്കെ ജീവിക്കണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, എന്ത് സ്വർഗം കിട്ടുമോ ഇക്കാറല്ലേ, ഒരു പ്രതീക്ഷ അല്ലേ ഉള്ളിലൊക്കെ. എന്നാൽ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുമ്പോൾ നമുക്ക് ഉറപ്പാവും സ്വർഗാണോ നരകാണോ. ആ നരകത്തിന്റെ ചിത്രമൊക്കെ ആയിട്ട് മലക്കുകൾ ഇങ്ങനെ ഇങ്ങോട്ട് അനക്കാൻ കാണിച്ചരാ എന്ന് പറഞ്ഞ് മലക്ക് ഇങ്ങനെ നമ്മുടെ കൺവട്ടത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെ അവസ്ഥ അല്ലേ. അപ്പൊ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, പടച്ചോനെ പറ്റിപ്പോയിട്ടോ, സംഗതി അവതാളത്തിലായിട്ടുണ്ട്, അതുകൊണ്ട് ഒരൊറ്റ അവസരം കൂടി റബ്ബേ എനിക്ക് കൊണ്ടാ, കുറച്ചു നേരം റബ്ബിലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു ചെറിയൊരു അവസരം കൂടി റബ്ബേ നീ എനിക്ക് തരണം. അങ്ങനെ തന്നാൽ ഞാൻ എന്ത് ചെയ്തോളാം എന്നാ പറയുന്നത്? ഞാൻ ഹജ്ജിന് പോയിക്കോളാം എന്നാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഫഅസ്സദ്ദഖ. എന്താ അങ്ങനെ പറഞ്ഞാല്? ഞാൻ ദാനം ചെയ്തോളാം പടച്ചോനെ, എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിനി, സ്വത്തുണ്ടായിനി, ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഒരു ചെറിയ സമയം എനിക്ക് തന്നാൽ ഫഅസ്സദ്ദഖ, ഞാൻ ദാനം ചെയ്തോളാം. സ്വതക്ക എന്നുള്ളതേ നരകത്തെ തടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. അപ്പൊ സ്ത്രീകളോട് പറയാണ്, സ്ത്രീകളാണ് പൈസക്കാര്. അപ്പൊ ഈ വീരിൻ്റെ അപ്പുറത്തുള്ള സ്ത്രീകളും ഈ വീരിൻ്റെ അപ്പുറത്തുള്ള പുരുഷന്മാരും നമ്മളും തമ്മിൽ സാമ്പത്തികമായ വ്യത്യാസം എത്ര കാര്യങ്ങൾ. ഇപ്പൊ എൻ്റെ കയ്യിലുള്ള വില പിടിപ്പുള്ള സകല സാധനം നിങ്ങൾ പിടിച്ചു വാങ്ങി ഇവിടെ വെച്ച് എന്താ ഉള്ളത്? നിങ്ങൾ ഇതാ ഒരു മൊബൈലുണ്ട്, ഒരു വാച്ചും ഉണ്ട്, അതാ വില കൂടിയ പാലുള്ളൂ. അത് രണ്ടും പാടെ കൂട്ടിയപ്പോൾ എത്ര റുപ്യേൻ്റെ സാധനം ഉണ്ടാവുക? എന്നാൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒരു 2 വയസ്സുള്ള പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിൻ്റെ മേത്തുള്ള വിലയുള്ളത് മാത്രം ഊരി വെച്ചാലേ ഈ ആണുങ്ങളെ സ്വത്തൊക്കെ ഒരു ഭാഗത്തും ഈ പെണ്ണുങ്ങളെ വില പിടിപ്പുള്ള സ്വത്തൊക്കെ വേറൊരു ഭാഗത്തും ഊരി വെച്ചാലേ അമേരിക്കയും ഉഗാണ്ടയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. എത്ര കാര്യം പൈസ നിങ്ങളെടുത്ത് നിങ്ങൾ, എത്ര പൈസ നിങ്ങൾ കൂട്ടിയാക്കാണി. ഇപ്പം നിങ്ങളെ മേത്ത് എത്ര ലക്ഷം ഉറുപ്പിണ്ടെന്ന് കൂട്ടിയാക്കാണി. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് ദാനം ചെയ്യാൻ മടിയാ, ചെയ്തോളി. അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ ഇങ്ങനെ നോക്കി, എന്താ അപ്പം ദാനം ചെയ്യാൻ എൻ്റെ അടുത്തുള്ളത്? ദാനം ചെയ്യാൻ എൻ്റെ അടുത്ത് എന്താ ഉള്ളത്? അങ്ങനെ ഒന്നുമില്ല. അവസാനം കഴുത്തിലൊരു മാല ഉണ്ട്, സ്വർണ്ണമാല. അപ്പോൾ അവർ തീരുമാനിച്ച് ഈ സ്വർണ്ണമാല ദാനം ചെയ്ത് സ്വർഗത്ത് പോകണം.
ഇതൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമല്ല. ആ അൻസാർ നന്മണ്ടൻ്റെ പ്രഭാഷണത്തിലുണ്ട്, ആ കോഴിക്കോട് ജില്ലേൻ്റെ അങ്ങേ ഭാഗത്ത് ഒരു ഉമ്മാനെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഉള്ളിക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ഉമ്മാൻ്റെ മയ്യത്ത് ഇങ്ങോട്ടെ കൊണ്ടിട്ട് കുളിപ്പിക്കാതെ. അപ്പം എന്താ പറയുക, ഈ മേത്തുള്ള സ്വർണ്ണമൊക്കെ ഊരിയപ്പോഴേ ഈ കാതിലിങ്ങനെ ഒരു സ്വർണത്തിൻ്റെ ചെറിയ ചിറ്റിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അത് ഊരാൻ കിട്ടുന്നില്ല. അവസാനം ഒരു സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ചു കൊണ്ടുവന്ന് അത് കട്ട് ചെയ്ത് അതും കൂടി എടുത്തിട്ടാണ് ആ മയ്യത്ത് കുളിപ്പിച്ചത്. നിങ്ങളൊക്കെ അങ്ങനെ കാരണം ആരും ആ സ്വർണത്തോടു കൂടി കൊണ്ടുപോകില്ല, ഒക്കെ ഊരിയിട്ടേ കൊണ്ടുപോകുള്ളൂ. അപ്പം ജീവിച്ചിരിക്കുന്ന കാലത്ത് ദാനം ചെയ്യാം. അപ്പോൾ സൈനബ് പറഞ്ഞു, ഈ മാലല്ലാതെ എൻ്റെ അടുത്ത് ആരും ഇതില്ല, അതുകൊണ്ട് ഞാൻ അത് ദാനം ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് സൈനബ് ഇങ്ങനെ ആലോചിച്ച് ഇതാർക്കാ അപ്പം ഞാൻ ദാനം ചെയ്യാം. അപ്പം സൈനബ് മനസ്സിലാക്കാണ്, ആ നാട്ടിലെ അറിയപ്പെടുന്ന ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ ആരാ നിങ്ങൾ? സൈനബിൻ്റെ ഭർത്താവ് അബ്ദുള്ളയാണ്. സൈനബിൻ്റെ ഭർത്താവിനോളം പാവപ്പെട്ട ഒരു മനുഷ്യൻ ആ നാട്ടിലില്ല. അതുകൊണ്ട് സൈനബിൻ്റെ ഒരു സംശയം, ഞാൻ എൻ്റെ മാല ദാനം ചെയ്യുമ്പോൾ അതെൻ്റെ ഭർത്താവിന് ദാനം ചെയ്താൽ അതൊരു സ്വതക്കയായിട്ട് കൂട്ടുമോ? അങ്ങനെ സൈനബ് ആ സംശയം തീർക്കാൻ വേണ്ടി റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോവുക ചോദിക്കാൻ. അപ്പോൾ വൈക്കുന്നൊരു സ്ത്രീയെ കണ്ട് ആ സ്ത്രീയും പറഞ്ഞ് ഞാനും റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ഇതേ സംശയം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. രണ്ടാളും പോയി. ചെന്നപ്പോൾ പ്രവാചകൻ വീട്ടിലാണ്. പ്രവാചകൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ബിലാലുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഒച്ചയടക്കിയപ്പോൾ ബിലാൽ വന്ന് ചോദിച്ചു എന്തേ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഇങ്ങനെ ഞങ്ങളുടെ ഈ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താക്കന്മാർക്ക് സ്വതക്ക കൊടുത്താൽ കൂലി കിട്ടുമോ? എന്നിട്ട് അവർ പറഞ്ഞു ബിലാലിനോട്, ആരാണ് ചോദിച്ചതെന്ന് റസൂലിനോട് പറയരുത് കേട്ടോ, ഞങ്ങളാണ് ചോദിച്ചതെന്ന് പറയരുത്, ഈ പോയിട്ട് ചോദിച്ചു കണ്ട് ഉത്തരം കൊണ്ട് വാറിന്. അങ്ങനെ ബിലാൽ ചെന്നപ്പോൾ റസൂൽ ചോദിച്ചു ആരാ പുറത്ത്? അപ്പോൾ ബിലാൽ പറഞ്ഞു 2 സ്ത്രീകളുണ്ട്. അപ്പോൾ റസൂൽ ചോദിച്ചു ആരാണ് 2 സ്ത്രീകൾ? അപ്പോൾ ബിലാലിന് പറയേണ്ടി വന്ന് സൈനബാണ് ഒന്ന് വേറെ സ്ത്രീയാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു ഏത് സൈനബാണ്? അപ്പോൾ ബിലാൽ പറഞ്ഞു അബ്ദുള്ളയുടെ ഭാര്യ സൈനബാണ്. എന്താണ് സൈനബിൻ്റെ സംശയം? അവളുടെ സ്വർണ്ണാഭരണം ഭർത്താവിന് സദക്ക കൊടുത്താൽ കൂലി കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പറഞ്ഞ മറുപടി എന്താ? നിങ്ങള് കൂലി കിട്ടുന്നു മാത്രമല്ല അവർക്ക് 2 കൂലി കിട്ടുന്ന പറഞ്ഞ 2 കൂലി. 1 സ്വതക്ക ചെയ്തതിൻ്റെ കൂലി, 2 കുടുംബ ബന്ധം ചേർത്തതിൻ്റെ കൂലി. നമ്മളൊക്കെ നാട്ടിൽ ചില ആൾക്കാരെ ഒരു കുടുംബത്തിൽ ചില ആൾക്കാർ പെട്ടെന്ന് പൈസക്കാരാവും, ഗൾഫിലൊക്കെ പോയിട്ട്. അങ്ങനെ പൈസക്കാരായാൽ നാട്ടിലെ പൊതുപ്രവർത്തനങ്ങളിൽ അവർ സജീവക്കാരാണ്. പെൺകുട്ടികളെ കെട്ടിക്കാനും എത്തിക്കാനൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കാനും എല്ലാത്തിനും ലക്ഷങ്ങളെ കൊടുക്കുക. എന്നാൽ അവരുടെ സ്വന്തം കുടുംബത്തിൽ പട്ടിണി കിടന്ന് പാർക്കാൻ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഓലെ തിരിഞ്ഞു നോക്കൂല. അതൊരു പുണ്യമല്ല. ഏറ്റവും നല്ലത് കൊടുക്കുമ്പോൾ അവനവൻ്റെ കുടുംബത്തിൽ അവകാശികളുണ്ടെങ്കിൽ ആ അവകാശികളെ പരിഗണിക്കണം എന്നാ വിശുദ്ധ ഖുർആനിൽ ലം തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വത്ത് അത് ദാനം ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കൂലി കിട്ടൂ എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയപ്പോൾ അബൂ ത്വൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ ഈ ആയത്തനുസരിച്ച് മദീനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടമുണ്ട്, ആ തോട്ടം ഞാൻ ദാനം ചെയ്യാൻ തീരുമാനിച്ച്. റസൂൽ പറഞ്ഞു നല്ലത്, നിന്റെ അടുത്ത കുടുംബക്കാരെ വിളിച്ചിട്ട് ആ തോട്ടം നീ അവർക്ക് വീതിച്ചു കൊടുക്കുക. അല്ലേ? ചില ആൾക്കാർക്ക് കുടുംബം എന്നൊക്കെ പറഞ്ഞ ഒരു പുച്ഛാണ്. അവനവൻ്റെ രക്തബന്ധങ്ങളെപ്പോലും പുച്ഛത്തോടുകൂടി കാണുന്ന ആൾക്കാരുണ്ടാവും. മുസ്ലിം ആണെങ്കിൽ ഓർത്തോളി, അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടൂല. അപ്പം നമുക്ക് തോന്നും അതെന്താ ഓലെ സ്വഭാവം മോശമാണ്, ഓലെ പെരുമാറ്റം മോശമാണ്, എങ്ങനെയപ്പം ഞാൻ ഓലയിട്ട് പെരുമാറുക, ഓരിൻ്റെ സ്റ്റാറ്റസിന് പറ്റിയ ആൾക്കാരല്ല. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അവരെ നമ്മുടെ ബന്ധുക്കളാക്കിയത് നമ്മളല്ല. ആരാണ്? അള്ളയാണ്. പല സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും നമ്മുടെ ബന്ധുക്കളിൽ. അതൊക്കെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ള നിശ്ചയിച്ചതാ. ചില ആൾക്കാർ പറയേ ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ടാവും, ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇല്ല, അങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ. അതിനെയും ഇസ്ലാം തിരുത്തി. അങ്ങനെയല്ല പറയണ്ടേ. റസൂൽ പറഞ്ഞെന്താ അറിയോ? ഇങ്ങോട്ടുള്ളവരോട് അങ്ങോട്ടും ബന്ധം ചേർക്കല് അതത്ര പുണ്യമുള്ള കാര്യമൊന്നുമല്ല, അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കലാണ് പുണ്യം. നമ്മളോട് മിണ്ടാത്താലോടെ അങ്ങോട്ട് എന്ന് മിണ്ടണം, നമ്മളോട് സംസാരിക്കാത്തവരോട് അങ്ങോട്ട് എന്ന് സംസാരിക്കണം, നമ്മളെ വീട്ടിലേക്ക് വരാത്തവരെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലണം, നമ്മളെ കല്യാണത്തിന് വിളിക്കാത്തവരെ നമ്മളെ കല്യാണത്തിന് വിളിക്കണം. അതാണ് പുണ്യം. ഇനി ഞാൻ ആ വിഷയം നിർത്തിക്കോട്ടെ, അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട്
ഇന്നത്തെ ഈ പരിപാടി അത് സാർത്ഥമാവണമെങ്കിൽ, അത് ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബന്ധങ്ങളിൽ അറ്റുപോയ കണ്ണികളുണ്ടെങ്കിൽ, മുറിഞ്ഞു നിൽക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെ നന്നാക്കി എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾ വെറുതെയാകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഒന്നാമത്തെ വിഷയം, കുടുംബ ബന്ധം പവിത്രമാണ് എന്ന ആ വിഷയം, അത് നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് അള്ളാഹു നിശ്ചയിച്ചതുപോലെ നടക്കണം എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇത്രയും നേരം എൻ്റെ സമയത്തിൻ്റെ പകുതി ഞാൻ വിനിയോഗിച്ചത്. ഇനി ഞാൻ സംസാരിക്കുന്നത്, നമ്മുടെ കുടുംബം, അള്ളാഹു നമുക്ക് ഒരു കുടുംബത്തെ തന്നത് എന്തിനാണ്? അള്ളാഹു നമുക്ക് കുടുംബത്തെ തന്നത്? അള്ളാഹു തആല ഒരു കുടുംബത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് കല്യാണമാണല്ലോ. ഒരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയും ചേർന്ന് ഇസ്ലാമിക വിധി പ്രകാരം അവർ ഒന്നാകുമ്പോൾ ഒരു കുടുംബം ഉണ്ടാവുകയാണ്. ആ കുടുംബം ഉണ്ടാവുന്ന കാര്യം പറഞ്ഞിടത്ത് അല്ലാഹു തആല പറഞ്ഞു, എന്തിനാണ് നിങ്ങൾക്ക് കുടുംബം ഉണ്ടാവേണ്ടത്? അതിന് അള്ളാഹ് പറഞ്ഞ വിശദീകരണം എന്താ അറിയോ? ലിതസ്കുനു ഇലൈഹാ. ലിതസ്കുനു ഇലൈഹാ, സമാധാനം ഉണ്ടാവാൻ. മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനാണ് അള്ളാഹു അവന് കുടുംബം ഉണ്ടാക്കിയത്. ഈ ലോകത്ത് ജീവിക്കുമ്പോഴേ പല ജാതി പ്രശ്നങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, പല ആൾക്കാരുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്ന കയ്പുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ പലപ്പോഴും നമ്മളെ തകർത്തിക്കളയും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിന് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് കുടുംബം നിശ്ചയിച്ചത് എന്നാണ് അള്ളാഹ് പഠിപ്പിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അറിയോ? കുടുംബത്തിലേക്കാൾ ചെന്നാൽ സമാധാനം അങ്ങോട്ട് പോകും. ചില ആൾക്കാരൊക്കെ ഉണ്ടേ, രാത്രി ഏറെ വൈകിയാലും അങ്ങാടിയിൽ ഇങ്ങനെ കാലിച്ചായയും കുടിച്ച് സ്വറ പറഞ്ഞിങ്ങനെ ഇരിക്കും. അല്ല, നിങ്ങളെന്താ വീട്ടിൽ പോകാത്ത? ഒന്നുമില്ല. അല്ല, വീട്ടിൽ പോണേ. അല്ല, എന്താ പോകാത്ത? അവസാനം പറയും വീട്ടിലേക്കാണ് ചെല്ലണ പ്രാന്ത. ചെന്നാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഉറങ്ങിക്കോട്ടെ, എന്നിട്ട് അങ്ങോട്ട് കയറി ചെല്ലാന്ന് കരുതി ഇരിക്കുകയാണ്. സമാധാനം കിട്ടേണ്ട വീടുകൾ എന്തുകൊണ്ടാണ് അസമാധാനത്തിൻ്റെ നെരിപ്പോടുകളായത്? നമ്മുടെ മക്കളൊക്കെ ഈ പ്രണയത്തിൻ്റെ കുരുക്കിലൊക്കെ പെടുമ്പോൾ ആ കുട്ടികളെ കൗൺസിലിങ്ങിന് വേണ്ടി ഇരുത്തുമ്പോൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം വീടുകളിൽ നിന്ന് സ്നേഹവും സമാധാനവും കിട്ടാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ സ്നേഹം കിട്ടുന്ന വഴിക്ക് പോയി എന്നാ പറയാം. 1. 2, മയക്കുമരുന്നിന് അടിമയാകുന്ന തലമുറയെ അവരോട് നമ്മൾ മനസ്സറിഞ്ഞ് സംസാരിക്കുമ്പോൾ അപകടമാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തേ ഈ മയക്കുമരുന്നിന്റെ കെണിയിൽപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എന്താ അറിയോ? വീട്ടിലൊരു സമാധാനമില്ല, അതുകൊണ്ട് സമാധാനം കിട്ടാൻ വേണ്ടി പോയതാണെന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട സംഗതിയാണ്, കല്യാണം വേണ്ട എന്ന് പറയുന്ന പെൺമക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലത്ത് നിങ്ങൾ എന്താണ് കല്യാണത്തിന് സമ്മതിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടികൾ പറയുന്ന മറുപടി എന്താ? കല്യാണം കഴിച്ച ഞങ്ങളെ വാപ്പി ഇമ്മയൊക്കെ ജീവിക്കുന്ന വീട്ടിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. എന്തിനാ വേണ്ടാതെ തീവണ്ടിക്ക് തലവെക്കാൻ പോണത്? ഒറ്റയ്ക്ക് ജീവിച്ചാൽ സുഖമായിട്ട് ജീവിക്കാലോ, എന്തൊക്കെയാണ് നമ്മളെ വീട്ടിൽ കാണുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം വേണ്ട എന്നാ പെൺമക്കൾ തുറന്നു പറയാനുള്ള കാരണം നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ അസമാധാനമാണ്. അപ്പോൾ സമാധാനത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച കുടുംബം അതെവിടെയാണ് അസമാധാനത്തിൻ്റെ നെരിപ്പോടായത്? അതൊന്ന് അന്വേഷിക്കണ്ടേ? അള്ളാഹ്ക്ക് തെറ്റിയോ? സമാധാനം ഉണ്ടാവാൻ വേണ്ടി കുടുംബം ഉണ്ടാക്കി എന്നല്ല പറഞ്ഞിട്ട് നമ്മളെ കുടുംബം നമ്മളെ സമാധാനം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് തെറ്റുപറ്റില്ല. അള്ളാഹ്ക്ക് തെറ്റുപറ്റൂലല്ലോ, പിന്നെ ആർക്കാ തെറ്റുപറ്റിയത്? നമുക്കാ പറ്റിയത്. ഇനി ഞാൻ ആ വിഷയത്തെക്കുറിച്ചാണ് അടുത്ത ഒരു അരമണിക്കൂറിൽ സംസാരിക്കണം കേട്ടോ. ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. നമ്മുടെ വീടുകളിൽ നിന്ന് സമാധാനം ഇല്ലാതാവാനുള്ള കാരണം എന്താണ്? നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഓടിട്ട വീട് പണിയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോ കാണി. ഞാനൊരു ഒരു വീട് ഉണ്ടാക്കുകയാണ്. ആ വീട് ഓടിട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, വാർപ്പല്ല, കോൺക്രീറ്റ് അല്ല, ഓട് മേയാനാ തീരുമാനിച്ച്. അപ്പം ഈ വീട് ഓട് മേയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എന്തൊക്കെ വേണം? ഉത്തരം വേണം, കഴുക്കോല് വേണം, പട്ടിക വേണം, അല്ലേ? ആദ്യം ഉത്തരം വെച്ച് എന്നിട്ട് മുകളിൽ നിന്ന് കഴുക്കോൽ ഇങ്ങനെ സൈഡിലേക്ക് അടിച്ച് അതിലിങ്ങനെ വരിക്ക് പട്ടിക അടിച്ച് ആ പട്ടികയിലാണ് ഓടിങ്ങനെ കൊളുത്തുക. ഈ സാധനത്തിന് ഈ പേരിനല്ലോ എവിടെയൊക്കെ പറയൽ? പട്ടികയും കഴുക്കോലും ഉത്തരമൊന്നും മാറിയിട്ടില്ലല്ലോ, ഇല്ല. ഓക്കെ, ഇതിൽ
നമ്മൾ വാങ്ങുമ്പോൾ ഏറ്റവും ഞാൻ നോക്ക് മരം കിട്ടാനില്ല, അപ്പോൾ ആർക്കും മരം വേണ്ടല്ലോ, ഇപ്പം ഇരുമ്പ് കൊണ്ടാണ് വീടുണ്ടാക്കണേ. അപ്പോൾ ഈ ഉത്തരം, കഴുക്കോല്, പട്ടിക, ഈ 3 സാധനങ്ങളിൽ ഏറ്റവും ഉറപ്പുള്ള ഇരുമ്പ് വേണ്ടത് എന്തിനാണ്? ഉത്തരത്തിനാണ്. അത് കഴിഞ്ഞാൽ എന്തിനാണ്? കഴുക്കോലിനാണ്. കുറച്ച് കട്ടി കുറഞ്ഞ, കനം കുറഞ്ഞ കമ്പി മതി എന്തിന്? പട്ടികക്ക്. അങ്ങനെയാണല്ലോ പൊതുവെ നാട്ടു നടപ്പ് ആണ്. അങ്ങനെ എനിക്കൊരു വീടുണ്ടാക്കണം. അപ്പം എൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടി കോൺട്രാക്ടർ പട്ടികയും കഴുക്കോലൊക്കെ കൊടുന്ന് ഇറക്കിയിട്ട് പണി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എന്ത് കമ്പിയാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, അതിനാണ് പട്ടിക എന്ന് പറയാം, കട്ടി കുറഞ്ഞ കമ്പി മതി. ഇതെന്താണ്? ഇത് കഴുക്കോലാണ്, അത് കട്ടിയുള്ള കമ്പി വേണം. ഞാൻ അയാളോട് പറഞ്ഞേ, ഇതിൻ്റെ വീടല്ലേ, എൻ്റെ വീട് ഞാൻ പറയും പോലെ ഉണ്ടാക്കിയാൽ മതി എന്നിട്ടോ. അതായത് ഈ പട്ടിക അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കമ്പി ഉണ്ടല്ലോ, ആ കമ്പി കഴുക്കോലാക്കിക്കളാം. ഞാൻ പറയും എൻ്റെ പൈസയല്ലേ, അത് കഴുക്കോലാക്കിക്കളാം. കഴുക്കോലിന് കൊണ്ടുവന്ന ഇരുമ്പുണ്ടല്ലോ, അത് പട്ടികയാക്കിക്കളാം, എന്നിട്ട് ഓട് കൊളത്തിക്കോ. അപ്പോൾ കോൺട്രാക്ട് പറഞ്ഞു, കാക്ക അത് പറ്റൂല, അങ്ങനെ പെര ഉണ്ടാക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, എൻ്റെ പൈസയാണ്, എൻ്റെ വീടാണ്, ഞാൻ പറഞ്ഞേ കേട്ടോ. അങ്ങനെ പട്ടിക വെക്കേണ്ട കമ്പി കഴുക്കോലാക്കി, കഴുക്കോല് വെക്കേണ്ട കമ്പി പട്ടികയാക്കി, അതിൻ്റെ മേലെ ഓട് കൊളത്തിയാൽ എന്താവുക? വീട് നിലംപൊത്തും. ഒരു സംശയമല്ല, വീട് നിലംപൊത്തും. കാരണം ആ പട്ടികയാക്കേണ്ട കമ്പിക്ക് കഴുക്കോലിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റൂല, അത് വളഞ്ഞിട്ട് വീട് അടിക്കുന്നു വരും. സത്യത്തിൽ നമ്മളെ കുടുംബത്തിന് സംഭവിച്ച അപകടമാണ്. അതുങ്ങൾ ഞാൻ ഈ പറയുന്നതിൽ ഒരു വെറുപ്പും ദേഷ്യവും അല്ലാതെ അതുങ്ങൾ നല്ല സമചിത്തതയോടുകൂടി കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ആണിനെയും പെണ്ണിനെയും ഈ ലോകത്ത് സൃഷ്ടിച്ചത് 2 രൂപത്തിലാണ്. ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും വികാരം കൊണ്ടൊക്കെ ഇത് രണ്ടാ. ആരൊക്കെ ഇതൊന്നാണെന്ന് പറയാൻ ശ്രമിച്ചാലും ലോകത്ത് ഇത് രണ്ടിനെയും ഒന്നാക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. നമ്മളെ സ്കൂളിലും കോളേജിലൊക്കെ ബെഞ്ചിൽ വരെ ആണും പെണ്ണൊക്കെ ഒപ്പം ഇരിക്കണം എന്ന് പറയുന്ന കാലത്തെ ഞാൻ മിനിഞ്ഞാന്ന് ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേ ബാക്കിൽ കണ്ടക്ടർ ഇരിക്കുന്ന ആ സീറ്റ് ഉണ്ടല്ലോ, ആ സീറ്റിൻ്റെ സൈഡിലുണ്ട് ഒരു വലിയ സ്റ്റിക്കർ, പ്രിൻ്റ് ചെയ്ത സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കണ്. എന്താ നിങ്ങൾ എന്താ പറയുക? കണ്ടക്ടർ സ്ത്രീ ആണെങ്കിൽ ഈ സീറ്റിൽ സ്ത്രീയെ ഇരിക്കാവൂ. അതായത് കണ്ടക്ടർ സീറ്റിൽ 2 സീറ്റ് ഉണ്ടാവുമല്ലോ, ആ മൂലൊക്കെ കണ്ടക്ടർ ഇരിക്കും, ഇപ്പുറത്തെ സീറ്റിൽ ഒരാൾക്ക് ഇരിക്കാം. നോട്ടീസ് എന്താ അറിയോ? കണ്ടക്ടർ സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീൻ്റെ അടുത്ത് ആരിരിക്കാൻ പാടില്ല? ആണിരിക്കരുത്, പെണ്ണിരിക്കണം. എന്താ ആ വ്യത്യാസം വരാൻ കാരണം? ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസമല്ല. എറണാകുളം മഹാരാജാസ് കോളേജിൽ ഈ വർഷം അതിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനമായി കാണിച്ചത് എന്തേരങ്ങൾ? മഹാരാജാ കോളേജിൻ്റെ ക്യാമ്പസിലുള്ള ബാത്റൂമിന് ആണിനും പെണ്ണിനും വേറെ വേറെ അല്ലാന്നാ. ഒരേ ബാത്റൂമിൽ ആണിനും പോകാം പെണ്ണിനും പോകാം, വേർതിരിവില്ല. അതാണത്രേ ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനമായി ഈ വർഷം അവർ അവതരിപ്പിച്ചത്. ആ ലോകത്താണ് കണ്ടക്ടർ പെണ്ണാണെങ്കിൽ അടുത്ത് പെണ്ണിരിക്കണം, ആണിരിക്കരുത് പറയാൻ എന്തുകൊണ്ട് അറിയങ്ങൾ? ആണും പെണ്ണും രണ്ടും തന്നെയാണ്. എത്രയൊക്കെ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് ഈ സഹോദരിമാരെ പറഞ്ഞ് പറ്റിച്ച് പാൻറ്റും കുപ്പായോ ഇടിച്ച് ഓലെ ആണാക്കി ആണുങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആരൊക്കെ ശ്രമിക്കുന്നുണ്ടോ, ഞാൻ സത്യസന്ധമായിട്ട് പറയാം, അത് നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്തിനാ പെണ്ണിനോട് പെണ്ണെ ഇങ്ങനെ പെണ്ണായിട്ട് നടക്കേണ്ടവളല്ല, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടവളല്ല, നിങ്ങളൊക്കെ ആണുങ്ങളെ അടിയിക്കുന്ന ഇരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ ആണിൻ്റെ കൂട്ടത്തിലേക്ക് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. എന്താണ്? നിങ്ങളെ ചൂഷണം ചെയ്യുക. അതല്ലാതെ ഒരു ലക്ഷ്യമല്ല, നിങ്ങളെ ചൂഷണം ചെയ്യുക. അത് തിരിച്ചറിയാതെ പോകുന്നത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപകടമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബസ് കണ്ടക്ടർ എനിക്കൊരു സങ്കടകരമായ കാഴ്ചയുടെ ഉസ്താദ്, നിങ്ങളൊന്ന് ബാക്കിക്ക് നോക്കുമോ, ഒന്ന് ബാക്കിക്ക് നോക്കുക. ഞാൻ മതി എന്താടാ, അല്ല ഒന്ന് നോക്കി. അപ്പം എന്താ സംബന്ധങ്ങൾ? അപ്പുറത്തെ സീറ്റിൽ 3 ആളിരിക്കുന്ന സീറ്റിൽ നടുക്കൊരു പെൺകുട്ടി, പർദ്ദ മഫ്തിയിട്ട പെൺകുട്ടി, അപ്പുറത്തും ഇപ്പുറത്തും 2 ആൺകുട്ടികൾ. വെറും കുട്ടികളല്ല, 10-22 വയസ്സ് കഴിഞ്ഞ് ഉയർന്ന പഠിക്കുന്ന 2 ആൺകുട്ടികൾക്കുള്ള ഒരു പെൺകുട്ടി. വെറുതെ ഇരിക്കുകയല്ല, ആ 2 ആൺകുട്ടികളും ആ പെൺകുട്ടിയെ യഥാവിധി കൈകാര്യം ചെയ്യുക. പച്ചപ്പകല് ആളുകൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ
ആ നടുക്ക് ഇരുത്തിയപ്പോൾ ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര പരിഗണന തന്നു കേട്ടോ, ഇന്ന ആണുങ്ങളെ പോലെ നടുവിലാണല്ലോ ഇരുത്തിയത്. അതെ, ചെന്നായ്ക്കളാണ്. ആ ചെന്നായ്ക്കൾ ഒരാട്ടിൻകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, അത് ആ ആട്ടിൻകുട്ടിയുടെ ചോരക്കും മാംസത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പള്ളിയിൽ ഒത്തുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, നിങ്ങളുടെ പെങ്ങന്മാരാ, ആ പെങ്ങന്മാരോട് സത്യസന്ധമായി പറയട്ടെ, ആണും പെണ്ണും രണ്ടാ. അത് അള്ളാഹു സൃഷ്ടിച്ചപ്പോഴേ രണ്ടാ. ശരീരം കൊണ്ട് രണ്ടാ, മനസ്സുകൊണ്ട് രണ്ടാ, വികാരം കൊണ്ട് രണ്ടാ, എല്ലാം രണ്ടാ. എന്താ കാരണം എന്നറിയോ? ഈ രണ്ടിൽ ഏതാ പ്രധാനം, ഏതാ ശ്രേഷ്ഠത? രണ്ടും അള്ളാന്റെ മുമ്പിൽ ഒരുപോലെയാണ്. നിങ്ങൾ നിസ്കരിച്ചാലും ഒരേ കൂലിയാണ്. നിങ്ങൾ നോമ്പ് നോറ്റാലും ഒരേ കൂലിയാണ്. ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മനുഷ്യന്മാരെ അള്ളാഹ് ഉദാഹരണമായി പറഞ്ഞത് ആരെയാണ്? രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞേ, ആണുങ്ങളോടെ പറഞ്ഞേ. ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാരോട് ഇതാ രണ്ടാളുകൾ, ഉദാത്തന്മാരായ ആളുകൾ. ഒന്ന് മറിയം, ഈസയുടെ മാതാവ് മറിയം. രണ്ട് ഇമ്രാത്തു ഫിറഔൻ, രണ്ട് പെണ്ണുങ്ങളെ. കാരണം നിങ്ങൾ പെണ്ണ് അധ്വാനിച്ചാലും അധ്വാനിച്ചാലും അള്ളാന്റെ അടുത്ത രണ്ട് കണക്കാ. പക്ഷേ എന്തുകൊണ്ടാണ് അള്ള രണ്ട് കൂട്ടി രണ്ട് കോലത്തിലാക്കിയത്? രണ്ടാക്കും നിർവഹിക്കാനുള്ള ദൗത്യങ്ങൾ വ്യത്യസ്ത. ആണിന് നിർവഹിക്കാനൊരു ദൗത്യമുണ്ട്, അതിന് പറ്റിയ മാംസപേശികൾ, അതിന് പറ്റിയ പരുഷമായ ഹൃദയം, അതിന് പറ്റിയ ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള മനസ്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഒരാണിനെ സൃഷ്ടിച്ചത്. പെണ്ണിനോ, പെണ്ണ് ഉമ്മയാണ്, അമ്മയാണ്, കരുണ വേണ്ടവളാണ്, സ്നേഹം വേണ്ടവളാണ്. അതിന് പറ്റിയ കാരുണ്യവും അതിന് പറ്റിയ നിർമ്മലതയും അതിന് പറ്റിയ എല്ലാം കൊടുത്തിട്ടാ അള്ള പെണ്ണിനെ സൃഷ്ടിച്ചേ. രണ്ടും രണ്ടായി കിടക്കട്ടെ. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൻ്റെ ഘടന അള്ളാഹു പഠിപ്പിച്ചപ്പോൾ ആ കുടുംബത്തിൻ്റെ ഘടനയിലെ കുടുംബത്തിൻ്റെ നാഥൻ ആരാന്നറിയോ? ആണാണ്. ഞങ്ങൾ ആണുങ്ങളെ ഇനി അവസാനം വരെ, ഇപ്പം ലാസ്റ്റ് റേഷൻ കാർഡിലും കൂടിയേ വെട്ടി, ആണുങ്ങളെ വെട്ടി പെണ്ണുങ്ങളാക്കിയതോടുകൂടി ഞങ്ങൾ ആണുങ്ങൾ മൊത്തം ഔട്ടായിപ്പോൾ. സത്യത്തിൽ കുടുംബത്തിൻ്റെ നാഥൻ ആണാണ്, പുരുഷനാണ്. ആ പുരുഷൻ്റെ ഇണയായ ഭാര്യ ആ പുരുഷൻ്റെ നിർദ്ദേശപ്രകാരം ആ പുരുഷന്റെ വീട്ടിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടവളാണ്. അതാണ് അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹ. ഈ പെൺകുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികൾ ഇങ്ങനെ ചെറിയ കുട്ടികൾ വളർന്നു വരുമ്പോഴേ ആ വീട്ടിലെ മുതിർന്ന ആളുകൾ ആ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? നീ പെണ്ണാണ്, ശ്രദ്ധിച്ചോളണം, നീ വേറെ ഒരു വീട്ടിലേക്ക് ചെല്ലാനുള്ളവളാണ് കേട്ടോ നിങ്ങളൊക്കെ പറയല്ലേ. നിങ്ങൾ വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ളോളാണ് കേട്ടോ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിനെ ചെറുപ്പത്തിലേ വളർത്തുക. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വേറെ ഒരു വീട്ടിലേക്ക് ആ കുട്ടി കയറി ചെന്നാലോ ആ വീട്ടുകാരെന്താ പറയാ? നീ നന്നായി ശ്രദ്ധിച്ചോളണം, നീ വേറെ ഒരു വീട്ടിൽ നിന്ന് കയറി വന്നോളാട്ടോ. സത്യത്തിൽ ഈ പെൺകുട്ടിന്റെ സ്ഥാനം എവിടെ? കയറി വന്ന വീട്ടിലോ ഇപ്പൊ എത്തിയ വീട്ടിലോ എവിടെ ഉള്ള സ്ഥാനം? അതെ, വിവാഹം വരെ അവളുടെ സ്ഥാനം അവളുടെ പിതാവിൻ്റെ മകളാണ്. വിവാഹം കഴിഞ്ഞാൽ അവളുടെ സ്ഥാനം ഭർത്താവായ രാജാവിൻ്റെ രാജ്ഞിയാണ്. എല്ലാ പെണ്ണുങ്ങളോടും ഞാൻ പറയാം, നിങ്ങളൊക്കെ രാജ്ഞിമാരാണ്. പക്ഷെ നിങ്ങൾ രാജ്ഞിയാവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നിങ്ങളെ ഭർത്താവ് ആരാവണം? രാജാവാകണം. അയാൾ ഒന്നിനും പറ്റാത്തൊരു കോന്തനാണേ എന്ന് നിങ്ങളെന്നെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ആ കോന്തൻ്റെ പെണ്ണുങ്ങളാവും. അങ്ങനെ ആവരുത്. നിങ്ങൾ രാജ്ഞിമാരാവണം. നിങ്ങൾ രാജ്ഞിമാരാവണമെങ്കിൽ നിങ്ങളെ ഭർത്താക്കന്മാർ രാജാക്കന്മാരാവണം. ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടുകൂടിയും ക്ഷമയോടുകൂടിയും എന്നോട് ഒട്ടും ദേഷ്യമില്ലാതെ നിങ്ങളിങ്ങനെ കേൾക്കണം, രണ്ടുകൂട്ടരും കേൾക്കണം. ഞാൻ പറയണേ ചിലർക്ക് ഇഷ്ടപ്പെടൂല, പക്ഷെ ഇഷ്ടപ്പെട്ടേ പറ്റൂ. കാര്യം എങ്ങനെയാണ്? ഇനി ഞാൻ വിഷയത്തേക്ക് വരാം. ഗ്രഹനാഥൻ, കുടുംബത്തിൻ്റെ നാഥൻ ആണാവണം. ആ ആണാവണം ആ വീട് നിയന്ത്രിക്കേണ്ടത്. ആ ആണിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ ആ വീടിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടവളാവണം ഒരു സ്ത്രീ. പക്ഷേ ഇടക്കാലത്ത് എവിടെയോ ആണുങ്ങൾ സൂപ്പർ മടിയന്മാരായി. എല്ലാ കുടുംബത്തിൻ്റെ ഭാരവും പെണ്ണിൻ്റെ തലയിലായി.
രാവിലെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കി വീട് വൃത്തിയാക്കി 8 മണിയാകുമ്പോഴത്തേന് ഭർത്താവിനും മക്കൾക്കുള്ള ചോറൊക്കെ ടിഫിനിലാക്കി ഭാര്യ ഓടുക, ഓഫീസിലേക്ക് ജോലിക്ക് പോവുക. എന്നിട്ട് 5 മണിക്ക് ജോലി കഴിഞ്ഞ് കിട്ടുന്ന ബസ്സിൽ പിടിച്ചു കയറി ഓടി വന്നപ്പോൾ ഒരു കുട്ടി പനിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഭർത്താവിന് വിളിച്ചു നോക്കി, നമ്മുടെ ചെറിയ കുട്ടിക്ക് പനിയാണ്, ഒരു കാര്യം ചെയ്യ്, ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കണ്ടതാ, ആ ഡോക്ടറെ പോയി കണ്ടണ, അയാൾക്ക് മരുന്ന് വാങ്ങി വീട്ടിൽ പോയിക്കോ. എല്ലാ ഒരു കുടുംബനാഥൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഒക്കെ പെണ്ണിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു. പെണ്ണുങ്ങളാണ് ഈ ആക്രമണത്തോടെ അതൊക്കെ ഏറ്റെടുത്തു ചെയ്തു. ഇപ്പം എന്തായിന്ന് നിങ്ങൾ, ആണുങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ലാതെ ഒരപകടം എന്താ അറിയോ, കുട്ടികളുണ്ടാവുക, 1-2 വലിയ ആൺകുട്ടികളുണ്ടാവുക, ഓലൊക്കെ ഇത്തിരി പഠിച്ച് ഇത്തിരി ശമ്പളമൊക്കെ വാങ്ങണ അവസ്ഥയ്ക്ക് എത്തുമ്പോഴേ വീട്ടിൽ ആണുങ്ങൾക്ക് ഒരു സ്ഥാനമില്ലാതെ. ഉമ്മ പറയും, നിങ്ങൾ ഉണ്ടായെന്നോളി, 5 പൈസക്ക് പറ്റൂല, 5 പൈസ കൊണ്ടുവരില്ല, അപ്പം മക്കളെന്തേലും കൊണ്ടിട്ടുണ്ടെങ്കിൽ അതും തിന്ന് അവിടെ ഒരു ഭാഗത്ത് ഇരുന്നോളി എന്ന് കേൾക്കേണ്ടി വരും ആണുങ്ങളെ. ഞങ്ങളൊരു ഉദാഹരണം പറയട്ടെ. ഞങ്ങളുടെ ഒരു നാട്ടിലെ പ്രമാണിയായ ഒരാളുണ്ട്. നാട്ടുപ്രമാണി പറഞ്ഞാൽ കേസൊക്കെ ഉണ്ടാകുമ്പോൾ അയാളെ വീട്ടിൽ മദ്യം പറയാൻ പോകാം. അയാൾ യശാ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ പള്ളിയിലെ ലൈറ്റൊക്കെ ഓഫാക്കി ലാസ്റ്റ് പോകുന്ന ജീവനക്കാരുണ്ടാവുമല്ലോ, അദ്ദേഹം ചോദിച്ചു, അജരെ പോണില്ലേ? പോണേ. പിന്നെ ഇയാൾ പണിയൊക്കെ തീർത്ത് ഗേറ്റ് പൂട്ടാൻ നേരത്ത്, അല്ല അജരെ പോണ്ടേ, സമയം കുറേ ആയല്ലോ, പോണേ. പിന്നെ അവിടെ നിൽക്കുക തന്നെയാണ്. അപ്പം ഇയാൾ പോയാലേ ഇയാൾക്ക് ഗേറ്റ് പൂട്ടാൻ പറ്റുള്ളൂ. അവസാനം ചോദിച്ചു, അല്ല അജര് എന്താ പോകാത്തത്? അപ്പോൾ ആചാര്യ പറഞ്ഞേ, എൻ്റെ ഭാഷ എനിക്ക് പ്രശ്നമില്ലല്ലോ, അല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് മലപ്പുറത്തെത്തും, അതാണ് ഇടയ്ക്ക് ഞാൻ തിരുവനന്തപുരത്തിനായി പറയാറുണ്ട്. പക്ഷെ അപ്പോൾ ഹാജിയർ ഈ പള്ളിക്കൽ ആളോട് അവിടെ കരഞ്ഞിട്ട് പറഞ്ഞേ, ഞാൻ ഇങ്ങനെ ആലോചിക്കുക, വീട്ടിക്ക് പോവാതെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടു. നാട്ടിലെ പ്രമാണി, ധനികൻ, അധികാരമുള്ള ആള്, പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ മാത്രം അതിൻ്റെ കപ്പാസിറ്റി ഉള്ള ആള്, അദ്ദേഹം പറയണേ ഞാൻ വീട്ടിൽ പോവാതെ എങ്ങോട്ടേലും പോയാലോ എന്ന്. അപ്പം ഇയാളുടെ നിന്ന് അതെന്താ ആചാര്യങ്ങൾ അങ്ങനെ പറയണേ? അപ്പോൾ ആചാര്യ പറഞ്ഞേ, ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ചെന്ന് പോയി നോക്കിയാൽ അവിടെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ഇരുന്ന് നല്ല ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞിരിക്കുന്നുണ്ടാവും. ഞാൻ ഗേറ്റ് തുറക്കുന്നതോടുകൂടി ടക്ക് നിന്ന് മക്കൾ എണീറ്റ് ഓല റൂമിക്ക്, മരുമക്കൾ ഓല റൂമിക്ക്, പേരമക്കൾ ഓല റൂമിക്ക്, ഭാര്യ അടുക്കളയ്ക്ക്, പിന്നെ അവിടെ യാതൊരു ചിറിയും കളിയും ഒന്നുമില്ല. ഞാനാണ് ചെല്ലുന്നതോടുകൂടി ഒക്കെ നിൽക്കും. എനിക്ക് തോന്നുക ഞാൻ എൻ്റെ വീടിന് ഒരധികപ്പറ്റാണോ, ഞാൻ എൻ്റെ വീട്ടിൻ്റെ സമാധാനങ്ങൾ കളയുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എങ്ങോട്ടേക്കാണ് പോട്ടെ എന്ന് ആലോചിക്കുകയാണ്. ഈ പെണ്ണുങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാം. ഞാൻ അത് പറയുമ്പോൾ ഈ വിരിൻ്റെ അപ്പുറത്തുള്ള കുറേ ആണുങ്ങൾ പറയാതെ എൻ്റെ കണ്ണിലേക്ക് നോക്കി പറയുന്നുണ്ട്, ഞങ്ങൾക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, സത്യമായിട്ടും ഞങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ വിരിക്കപ്പുറത്തുനിന്ന് കുറേ കണ്ണുകൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ കുടുംബം സമാധാനപൂർണ്ണമാവണമെങ്കിൽ ആ കുടുംബത്തിൻ്റെ നാഥനാണാവണം. അതിന് ആണുങ്ങളെ നമുക്കൊരു പിഴവ് പറ്റിട്ടോ. ഞാനീ പറഞ്ഞല്ലോ, ഞാൻ ഈ അഭിഷേക് ഗുരുവായൂർ പറഞ്ഞാണ്ടൊരു സ്പീക്കർ കേട്ടില്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല കത്തി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ മൂപ്പരൊരു തമാശ പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ ആണുങ്ങളൊക്കെ ഇപ്പം എന്താ, നിങ്ങൾ ഈ കുടുംബത്തിലെ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കാം. കുടുംബത്തിൽ ആശുപത്രി കൊണ്ടുപോകേണ്ടത് എങ്ങോട്ടാണ്, കുട്ടിൻ്റെ കല്യാണം എവിടുന്നാണ്, സ്വർണം വാങ്ങേണ്ടത് എവിടുന്നാണ്, ഏത് സ്കൂളിലാണ് പഠിപ്പിക്കേണ്ടത്, PTA കമ്മിറ്റിക്ക് പോകേണ്ടത്, അങ്ങനത്തെ മരുന്ന് വാങ്ങേണ്ടത്, സാധനം വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ടത്, വില്ലേജ് പോകേണ്ടത്, പഞ്ചായത്ത് പോകേണ്ടത്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യമൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ ചെയ്യട്ടെ. അപ്പോൾ പിന്നെ ആണുങ്ങൾ വലിയ വലിയ കാര്യം, അതെന്താ വലിയ വലിയ കാര്യം? ഗസയിൽ എപ്പോഴാണ് വെടി നിർത്തേണ്ടത്, അമേരിക്കൻ പ്രസിഡന്റ് ആരാവേണ്ടത്, നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷനിൽ AVM ആണോ അതല്ല പേപ്പർ ബാലറ്റാണോ, അങ്ങനത്തെ വലിയ വലിയ കാര്യമൊക്കെ ഞങ്ങളിങ്ങനെ പീഡിയ കൊലയുമെന്ന് തർക്കിക്കും. വീട്ടിലെ ഒരു കാര്യം അത് ഓള് ചെയ്തോളേ, അത് ഓള് കൊണ്ടേക്കോളേ, അത് ഓക്കറിയാലോ, അതെന്താ ഓക്കാണ് പോയിക്കൂടെ, അതെന്താ ഓളല്ലേ, എല്ലാം ഓളെ ഏൽപ്പിച്ചിട്ട് നമ്മളിങ്ങോട്ട് മാറിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടങ്ങളൊന്നാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വേണ്ടാത്തവരോ. നിങ്ങൾക്കറിയോ, ഈ അടുത്ത കാലത്ത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇത് രണ്ടും ഉണ്ടാകുന്ന കണക്ക് നോക്കിയപ്പോൾ പെണ്ണിനേക്കാൾ ഇരട്ടിയാണത്രയാണ്. നിങ്ങൾ ഈ ഭാഗത്ത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ച ആൾക്കാരെ കണക്കെടുത്ത് നോക്കി, സ്ട്രോക്ക് വന്ന് തളർന്നു കിടന്ന ആൾക്കാരെ കണക്കെടുത്ത് നോക്കി, പെണ്ണുങ്ങളെ ഒരുപാട് മേലെയാണ്. എന്താ കാരണം? നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലെ ടെൻഷനാണ്.
അതിങ്ങനെ ഇങ്ങനെ കൊണ്ടെടുക്കുക. പെണ്ണാണെങ്കിൽ സങ്കടം വന്ന നിരോധിച്ചാൽ മതി. ഈ ആണുങ്ങൾക്ക്, നിങ്ങളെ ആണുങ്ങളുണ്ടല്ലോ, ഓർക്ക് കരയാനും കഴിയില്ലേ. കണ്ണീര് പോലും അഭിമാനബോധം കൊണ്ട് പുറത്ത് കാണിക്കാതെ ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇടങ്ങാറായി ജീവിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട് നിങ്ങൾ. ഞാൻ ഒരിക്കൽ ഗൾഫ് പോകുമ്പോഴേ, ഞാൻ 7 ദിവസത്തേക്കാണ് പോണേ, പെട്ടെന്ന് പോയി തരാൻ വേണ്ടി പോവാം. പക്ഷെ എനിക്ക് വൈക്കുന്ന ഒരു സഹയാത്രികനെ കിട്ടി, ഒരു ക്രിസ്ത്യൻ സഹോദരനാണ്. അദ്ദേഹത്തിന് 2 കൊല്ലോ 3 കൊല്ലമൊക്കെ ആകുമ്പോഴേ ലീവ് കിട്ടുള്ളൂ, അങ്ങനത്തെ ജോലിയാണ്. അതുകൊണ്ട് അദ്ദേഹമല്ല സങ്കടത്തിലാണ് പോണേ. ഇനി 3 കൊല്ലം കഴിഞ്ഞാലേ വരുള്ളൂ. ഞാനാണെങ്കിൽ ഒരാഴ്ചക്ക് വേണ്ടി പോവല്ലേ, എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിനെ യാത്രയാക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, 2 കുട്ടികൾ പറഞ്ഞാൽ ഒരു 5 വയസ്സായ കുട്ടി, ഒരു 7 വയസ്സായ കുട്ടിയും, ഇങ്ങനെ 2 കുട്ടികളെ കൂടെ. അപ്പോൾ അങ്ങനെ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ നേരത്തെ എത്തിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിവിടെ ഇരിക്കുക, കുറേ സമയമുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട, ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോട്ടെ, നമുക്ക് ഉള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ സമയമുണ്ട് ഏട്ടാ. അത് സാറില്ലേ, നമുക്കവിടെ പോകുന്ന അബ്ബയ്ക്ക് നേരെ വീട്ടിൽ പോകാമല്ലോ. എനിക്ക് അത്ര ഇഷ്ടമായില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ കാര്യം ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ കുട്ടികളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നൂടെ. അയാളുടെ ഭാര്യ ഉണ്ട് കൂടെ. അയാൾ എന്ത് ചെയ്തു, അയാളുടെ ട്രോളിയൊക്കെ വലിച്ചിട്ട് നേരെ എയർപോർട്ടിൻ്റെ വാതിൽക്കലേക്ക് നടന്ന്. അപ്പം മനസ്സില്ലാ മനസ്സോടെ ഞാനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു. അങ്ങനെ എയർപോർട്ടിൻ്റെ സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്തേക്ക് എത്താനായപ്പോൾ ബേക്കുന്നുണ്ട്, പപ്പ പപ്പ എന്നിങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാളുടെ 2 മക്കൾ, നല്ല കുസൃതികളായ 2 ആൺകുട്ടികളാണ്. ഓല് ഇങ്ങനെ അവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ബാറുണ്ട്, അതിമ ഇങ്ങനെ പിടിച്ച് കയറിയിട്ട് മറ്റാൾക്കാരെ മേലെ കൂടെ കാണാൻ വേണ്ടി അതിമ പിടിച്ച് കയറിയിട്ട് ഒരു കൈകൊണ്ട് ആ ബാറുമ്മ പിടിച്ച് മറ്റേ കൈകൊണ്ട് സാഹസികമായിട്ട് പപ്പക്ക് യാത്ര പറയാം. പപ്പ, അയാളുടെ ഭാര്യ ഉണ്ട്, കരഞ്ഞ് 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 തളർന്ന പെൺകുട്ടി, അവളിങ്ങനെ കണ്ണൊക്കെ തോത്തിയാണ് നിൽക്കുന്നുണ്ട്. ഇവർ വിളിക്കണേ കേൾക്കണില്ല. ഇയാളിങ്ങനെ ആ പാസ്പോർട്ട് സെക്യൂരിറ്റിക്കാരനെ കൊടുത്ത് ഇങ്ങനെ ഇത് ശ്രദ്ധിക്കാതെ നിൽക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, അയാളെ പുറത്ത് ഇങ്ങനെ കൊട്ടിയിട്ട് പറഞ്ഞ് മക്കൾ വിളിക്കുന്നുണ്ട് പറഞ്ഞു. പക്ഷെ അയാൾ നോക്കിയില്ല. അയാൾ വേഗം പാസ്പോർട്ടും ടിക്കറ്റും അവിടുത്തെ സെക്യൂരിറ്റിക്കാരനെ ഏൽപ്പിച്ച് അത് നോക്കിയിട്ട് ഉള്ളിലാണ് കയറി. സത്യത്തിൽ എനിക്ക് ആ മനുഷ്യനോട് വലിയ വെറുപ്പ് തോന്നി. ആ മക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്താ പറ്റുക? ഇനി എത്ര കാലം കഴിഞ്ഞാണ് ആ മക്കൾ പോലെ അച്ഛൻ്റെ മുഖം ഒന്ന് കാണുക? എനിക്ക് സത്യത്തിൽ അവിടെ വെറുപ്പ് തോന്നി. ഞാനും എന്ത് ചെയ്തു, മക്കളെ നേരെ തിരിഞ്ഞാൽ മക്കളെ ബായ്, ഞാനവർക്ക് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഉള്ളിക്കൺ കയറിയേക്ക് ഇയാൾ ഇന്നെ കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിൽ. സാധാരണ മലയാളത്തിൽ പറയാറില്ലേ, പച്ചമുള പൊട്ടുന്നത് പോലെയാണ് ഒരു കരച്ചിൽ. അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കി, ഞാനെന്തോ കാട്ടിയ പോലെ എല്ലാവരും എന്നെ നോക്കുക, നിങ്ങളെന്താ കരയുന്നത്? അപ്പോൾ അയാൾ കരച്ചിൽ ഒതുങ്ങിയപ്പോൾ അയാൾ എന്നോട് പറഞ്ഞേ, മാഷെ ഒന്നും വിചാരിക്കരുത് കേട്ടോ, കഴിഞ്ഞ 15 ദിവസമായി ഞാനിങ്ങനെ പൊട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക, എൻ്റെ മക്കളെ മുഖത്തേക്ക് നോക്കിയാൽ ഞാൻ കരയും. അതുകൊണ്ട് 2 ആഴ്ചയായി ഞാൻ എൻ്റെ മക്കൾക്ക് മുഖം കൊടുത്തിട്ടില്ല. ഞാൻ ഓരോ കൂട്ടത്തിലൊക്കെ ഉണ്ടെങ്കിലും ഞാനിങ്ങനെ നടക്കുകയാണ്. എൻ്റെ മക്കൾ വിളിക്കണേ ഞാൻ കേട്ട്, പക്ഷെ തിരിഞ്ഞു നോക്കിയാലേ ഞാൻ കരഞ്ഞു പോകും, എൻ്റെ എല്ലാ കൺട്രോളും പോവും. ഞാൻ കരയണ എൻ്റെ കുട്ടികൾ കാണരുത്, എൻ്റെ കണ്ണീരിൻ്റെ മക്കൾ കാണരുത്. അതുകൊണ്ടാട്ടോ ഞാൻ തിരിഞ്ഞു നോക്കാതെ പോകുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് അയാളെ ശരിക്കും മനസ്സിലായി. പൊന്നാര സ്ത്രീകളെ, നിങ്ങളൊക്കെ ചിലപ്പോൾ പറയാറില്ലേ, ഈ ആണുങ്ങൾക്ക് എന്ത് സുഖം, കൈ കഴുകാൻ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, ആ പാത്രം കൂടി നീക്കി വെക്കാതെ അത് എണീറ്റ് പോവുക, എന്ത് സുഖം ആൾക്കില്ലേ? ഒരാണ് ഈ ലോകത്ത് അനുഭവിക്കുന്ന കഷ്ടതയുടെ, അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് അവൻ ഏൽക്കേണ്ടി വരുന്ന പ്രയാസത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് വേറൊരു വിഷയം കേട്ടോ. അത് ഞാൻ ഇൻഷാ അല്ലാ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ സമയമുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ കുടുംബത്തിൻ്റെ നാഥനാവണം. നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ഏതൊരു കാര്യവും നിങ്ങളുടെ അറിവോടുകൂടിയും നിങ്ങളുടെ സമ്മതത്തോടു കൂടിയും ആവണം. പലപ്പോഴും ആണുങ്ങൾ നോക്കുകുത്തികളാവും. അതെന്താ അങ്ങനെ? അത് ഓരൊക്കെ അങ്ങനെ നടത്തുന്നത്. അതെന്താണ്? എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, അറിയില്ല. റസൂലുള്ള പറഞ്ഞൊരു ഹദീസുണ്ട്. എന്താ ഹദീസ്? നിങ്ങൾ ഖിയാമത്ത് നാൾ വരാനാവുമ്പോൾ ഈ ലോകത്ത് ചില കാര്യങ്ങളൊക്കെ നടക്കും. ഒരു സുഖമില്ലാത്തതൊന്നല്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കിയാൽ പറയാം. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഈ ലോകത്ത് ചില കാര്യങ്ങളൊക്കെ നടക്കുന്ന പറഞ്ഞ്, അത് വേണ്ടാത്ത കാര്യങ്ങളാണ്, ദുഷിച്ച കാര്യങ്ങൾ. ആ കാര്യങ്ങളിൽ ഒന്നെന്താ അറിയോ? പിതാക്കൾ അകറ്റപ്പെടും, സുഹൃത്തുക്കൾ അടുപ്പിക്കപ്പെടും. മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരായ നമ്മുടെ മക്കളൊക്കെ
കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാപ്പാനോട് മിണ്ടൂല, ബാപ്പാനോട് ചോദിക്കൂല, ബാപ്പ അറിയണ്ട. അതൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, ഓര് ചെയ്യും. ചങ്കുകളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കൂട്ടുകാരുണ്ട്, അവർ കാര്യങ്ങൾ ചെയ്തോളം. ബാപ്പയിൽ ഇടപെടണ്ട, ബാപ്പയ്ക്ക് സംസാരിക്കാൻ വരണ്ട, ബാപ്പയ്ക്ക് ഇറങ്ങണ്ട, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. എന്നിട്ട് ഈ പാവം ബാപ്പ ഇതെന്താ നടക്കണ അറിയില്ല, എന്താ സംഭവം അറിയില്ല. ബാപ്പ ഇങ്ങനെ പുറത്തു കൂടെ അങ്ങ് നടക്കുക. ആൾക്കാർ ചോദിക്കും, എന്താ കാക്ക പെരിയിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എന്ത് മൂപ്പർക്ക് അറിയില്ല. അത് എന്താ ഇപ്പം ഇന്നലെ വൈകുന്നേരം നിങ്ങളെ മകൻ്റെ കൂടെ കുറേ ആൾക്കാർ വീട്ടിൽ വന്നീന്? ആ മൂപ്പർക്ക് അറിയില്ല. എന്നിട്ട് മൂപ്പർ ഇങ്ങനെ ഒഴിഞ്ഞു മാറി. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിരുന്നു നിങ്ങൾക്ക്. ഞാൻ ഒരിക്കൽ കല്യാണത്തിനെ നിക്കാഹ് നടത്താൻ വേണ്ടി ചെന്നപ്പോൾ കുറച്ച് നേരത്തെ എത്തി. അപ്പം അങ്ങനെ വീട്ടിൽ തന്നെയാണ് നിക്കാഹ്. വീടിൻ്റെ മുറ്റത്ത് പന്തലൊക്കെ ഇട്ട് ചെറിയ കല്യാണം. അപ്പോൾ ഈ വീടിൻ്റെ വരാന്തയിൽ കുറേ കസേര ഇങ്ങനെ വരിക്കിട്ട് 4-5 ആൾക്കാരുണ്ട്. ഞാൻ അവിടെ ഒരു കസേരയിൽ ഇരുന്ന് പത്രം വായിക്കാട്ടോ. അപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്ത് 4 സീറ്റ് അപ്പുറത്ത് പ്രായമായ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാരോ പരിചയപ്പെടുത്തി, ഇതാണ് കേട്ടോ നമ്മളെ വരൻ്റെ ബാപ്പ കേട്ടോ, അത് വരൻ്റെ ബാപ്പയാണ്. ഞാൻ സലാം പറഞ്ഞ് മൂപ്പർ അങ്ങനെ ഒരു 10-20 വയസ്സായ മനുഷ്യനിങ്ങനെ അന്തം വിട്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ പത്രം വായിച്ചിരിക്കുക. അപ്പോൾ ഒരാൾ കയറി വന്നിട്ട് ഈ ബാപ്പാനോട് സലാം പറഞ്ഞ് അയാൾ ബാപ്പാനോട് ചോദിച്ചേ, അല്ല എവിടുന്നപ്പം ഈ പെണ്ണ് എവിടുന്നാണ്? ഇയാൾക്കറിയില്ല. ഇയാളിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ അത് എനിക്ക് അത്ര അറിയില്ല. നിങ്ങളിതാ ഓരോടൊക്കെ ചോദിച്ചു നോക്കി. ഓല് പറഞ്ഞാൽ ഇവൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ പന്തൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി, എനിക്കത് അത്ര അറിയില്ല. അപ്പം തന്നെ എനിക്കിങ്ങനെ അയാളെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് വേറൊരാൾ വന്നിട്ട് പറഞ്ഞേ, അല്ല എപ്പോഴാപ്പം പുതിയാപ്പള പോകുന്നത്? അപ്പോൾ ഇയാൾ ഒന്നുകൂടി ഡിസ്പ്ലേ. ഇയാൾ ഇങ്ങനെ പറയാം, നിങ്ങൾ ഓരോടൊക്കെ ചോദിച്ചു നോക്കി, എനിക്കറിയില്ല, നിങ്ങൾ ഓരോട് ചോദിച്ചു നോക്കി വേണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വരുന്നത് സലാം പറഞ്ഞു കണ്ട് പറഞ്ഞല്ല, അല്ല കാക്ക എത്ര കിലോ അരിയപ്പം വെച്ചേ കല്യാണത്തിന്? ഇയാൾ ഒരൊറ്റ കരച്ചിൽ. എന്താ ഇയാൾക്ക് അറിയില്ല. ഇയാളുടെ മകൻ്റെ കല്യാണമാണ് ആ വീട്ടിൽ നടക്കണേ. പക്ഷെ ഈ സാധുവിനെ എവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇയാൾക്കറിയില്ല. ഇയാളോട് ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഈ വയ്യാത്ത കാലത്ത് ഓടിപ്പാഞ്ഞ് നടന്ന് കയ്യും കാലും മുറിച്ച് മനുഷ്യന് പണി ഉണ്ടാക്കണ്ട, അവിടെ ഇരുന്നോളി. ആ സാധു അവിടെ ഇരിക്കുക. നിങ്ങൾക്കറിയില്ലേ, ഒരു ബാപ്പാക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവുമ്പോൾ ആ കുട്ടി പിറക്കുന്ന സമയത്ത് അന്ന് മുതൽ ആ ബാപ്പാൻ്റെ സ്വപ്നമാണ് ആ മകൻ ഒരു പുതുമണവാളനായിട്ട്, ഒരു വരനായിട്ട്, ഒരു കല്യാണത്തിൻ്റെ പുതിയാപ്പിളയായിട്ട് ഒരുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ആ ബാപ്പാൻ്റെ സ്വപ്നമാണ്. പക്ഷെ ആ ബാപ്പാൻ്റെ സ്വപ്നത്തിന് ഒരു ബലി കൊടുക്കാതെ ബാപ്പാനോട് മക്കൾ പറഞ്ഞേക്ക, നിങ്ങൾ മിണ്ടണ്ടോ, മിണ്ടാതെ അവിടെ ഇരുന്നോളേ. എന്നിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഈ മക്കളെന്താ പറയാറോ, എന്തിനാ ഉസ്താദെ ബാപ്പാക്ക് തിരിയില്ല, അത്തുംബുത്തും അയക്കണ്, വയസ്സയക്കണ്, പിന്നെ ബാപ്പാനോട് വർത്താനം പറഞ്ഞ് ബാപ്പാനെ ബോധ്യപ്പെടുത്തുമ്പോത്തിന് നമ്മളെ നേരെ പോകുക എന്നല്ലാതെ ബാപ്പാനോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല. ഞാൻ പറഞ്ഞേ, പൊന്നാര മോനെ, എൻ്റെ ബാപ്പ പാവ, വയസ്സയക്കണ്, പറ്റ അശക്തനാ. പക്ഷേ നിന്റെ ഒരു പ്രയാസത്തിൽ പെടുമ്പോൾ പള്ളിക്കങ്ങനെ മഗ്‌രിബ് നിസ്കരിച്ച് ഇരുന്നിട്ടേ, ആ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ ഇരുന്നിട്ട് ആ ബാപ്പ കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട്, പടച്ചോനെ എൻ്റെ മകനെ കാക്കണേന്ന് ഒരൊറ്റ പ്രാർത്ഥന ആ വയസ്സായ ബാപ്പ എമ്മെ നടത്തിയാൽ അതിൻ്റെ മേലെ ഒരു തങ്ങളുമില്ല, ഒരു ഉസ്താദുമില്ല, ഒരു ഷെയ്ഖും ഇല്ല. മറക്കണ്ടോ, ബാപ്പാൻ്റെയും ഇമ്മാൻ്റെയും പ്രാർത്ഥനയോളം അള്ളാഹുവിൻ്റെ അടുക്കൽ മക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രാർത്ഥനയില്ല. എല്ലാവരും ശ്രദ്ധിച്ചോണ്ടേ. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ബാപ്പാനോട് പറയണം, ബാപ്പ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടിട്ടോ. പൈസ കൊണ്ട് സഹായിക്കാൻ ബാപ്പാക്ക് പറ്റില്ല തന്നേക്കാം, അറിവ് കൊണ്ട് സഹായിക്കാനും ബാപ്പാക്ക് പറ്റില്ലെന്നോ. എൻ്റെ മക്കളെ കണ്ടല്ലോ, എൻ്റെ മുമ്പിൽ കുറേ മക്കളുണ്ട്, ചെറിയ മക്കൾ. നിങ്ങളോട് സന്തോഷമുണ്ട്, ഈ നാട്ടിൽ എത്രയോ മക്കളുണ്ട്, ഒരു ദീനിയായ സദസ്സിലേക്ക് പോലും വരൂല. നിങ്ങൾ ഈ സദസ്സിൽ വന്ന് ഇരുന്നല്ലോ, സന്തോഷമുണ്ട്. നിങ്ങളോട് പറയണ്ടേ, നിങ്ങളൊക്കെ ബാപ്പിയമ്മയുണ്ടല്ലോ, ഈ ദുന്യാവിൻ്റെ മേലെ, ഈ ഭൂമിയുടെ മേലെ ആ മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിച്ചതുപോലെ വേറെ ഒരുത്തരും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ നിന്നോ ക്യാമ്പസിൽ നിന്നോ ഒരുത്തനെ കണ്ട് പ്രണയിച്ചിട്ട് പിന്നെ ബാപ്പിയും വേണ്ട അമ്മയും വേണ്ട ഞാൻ ഓനൊപ്പം പോവുക എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോണേ നന്ദി കെട്ട മക്കളെ കൂട്ടത്തിൽ എൻ്റെ മക്കളെ നിങ്ങൾ ഒറ്റ ഒരുത്തരുണ്ടാകരുത്. കാരണം നിങ്ങളൊക്കെ ഒന്നിനു മാത്രം പോകുന്ന മക്കളാവാൻ വേണ്ടി നിങ്ങളെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുണ്ടല്ലോ, വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത കഷ്ടപ്പാടാണ്. അതിനോട് നന്ദി കാണിക്കണം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ. ഞാൻ തിരിച്ചു വരട്ടെ വിഷയത്തിലേക്ക്. എന്താ പറഞ്ഞറിയോ, വീടിൻ്റെ നാഥൻ എപ്പോഴും ആരാവണം? ആണാവണം. അത് ആണുങ്ങളുണ്ടല്ലോ ഒരിക്കലും ലാഭം കിട്ടാൻ വേണ്ടി അത് ഓൾ ചെയ്തോട്ടെ, അത് ഓളായിക്കോട്ടെ. നിങ്ങൾക്കറിയോ, നമ്മുടെ കുടുംബം മുന്നോട്ട് പോകാൻ ആവശ്യമായ പണം കണ്ടെത്തേണ്ടതേ ആണിൻ്റെ മാത്രം ചുമതലയാണ്.
ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടേ ഇപ്പോഴത്തെ കാലത്ത് ആണിനെ കൊണ്ട് മാത്രമാവില്ല, ആണും പെണ്ണും ജോലി എടുത്താലേ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഈ പെണ്ണിനുണ്ടല്ലോ, നമ്മളെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ജോലി ചെയ്ത് സമ്പത്ത് കണ്ടെത്തുക എന്നത് ഈ പെണ്ണിൻ്റെ ബാധ്യതയേ അല്ല, അതാണിൻ്റെ മാത്രം ബാധ്യത. ഇനി ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് ഒരു സ്ത്രീ അധ്വാനിച്ചോ അവളുടെ സ്വത്തോ എന്തെങ്കിലും ഒന്ന് ആ കുടുംബത്തിൻ്റെ ചെലവിലേക്ക് ആ സ്ത്രീ തരുന്നുണ്ടെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് അവൾ ചെയ്യുന്ന സ്വതക്കയാണെന്ന്. അത് അവളുടെ സദക്കയാണ്, അവളുടെ ബാധ്യതയല്ല. കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ആണിനെയാണ് അള്ളാഹ് ഏൽപ്പിച്ചത്. ആ ബാധ്യത എപ്പോഴാണോ പുരുഷൻ കൈവിട്ടത് ആ സമയം മുതൽ പുരുഷൻ ആ കുടുംബത്തിന് വേണ്ടാത്തവനായി മാറുകയാണ്. മിക്കപ്പോഴും വീടുകളിൽ കുട്ടികൾ വളർന്നു വരികയും അവർ പഠിക്കുകയും അവർ വരുമാനമുള്ളവരാവുകയും ചെയ്യുമ്പോൾ പലപ്പോഴും വീട്ടിലെ ഉമ്മമാർ പോലും ഈ ബാപ്പമാരെ പതുക്കെ സൈഡാക്കും. നിങ്ങളവിടെ മുണ്ടാതിരുന്നോളി, നിങ്ങളിത് വർത്തമാനം പറയാൻ പോകണ്ട, നിങ്ങളവിടെ ഇരുന്നോളി, നിങ്ങളെന്തായാലും ഇടപെടുന്നത്, നിങ്ങൾ ഭാഗത്ത് ഇരുന്നാൽ പോരെ, അവരൊക്കെ പഠിച്ചോലല്ലേ അല്ലേ. സ്ത്രീകളോട് എന്ത് വേണമെന്നറിയങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ രാജാവായിട്ട് നിങ്ങളെപ്പോഴും നിങ്ങളെ ഭർത്താക്കന്മാരെ നിശ്ചയിക്കണം. അത് രോഗികളാണെങ്കിലും കാണാൻ ചൊറുക്കില്ലെങ്കിലും കറുത്തിട്ടാണെങ്കിലും ബയസ്സാണെങ്കിലും ആകപ്പാടെ കുഴിച്ച് എന്തായിക്കണമെങ്കിലും രാജാവാണ്, അത് രാജാവാണ്. ഈ രാജാവ് വീട്ടിൽ നിന്നൊരു വഴിക്ക് പോകുമ്പോഴേ, ഇപ്പം നമ്മളെ പ്രധാനമന്ത്രി അമേരിക്കൻ സന്ദർശനത്തിന് പോകുമ്പോൾ വിമാനത്തിൽ കയറുന്നത് വരെ ഉദ്യോഗസ്ഥന്മാരും മുതിർന്ന ആളുകളും എയർപോർട്ടിലെത്തി അവർ പ്രധാനമന്ത്രിക്ക് യാത്രയപ്പ് കൊടുക്കും. നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ബാപ്പാര് ഭർത്താക്കന്മാർ ഒരു വഴിക്ക് പോകുമ്പോഴേ നിങ്ങൾ വരണം, വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വരണം. മക്കളെ വിളി, എടി എനിക്കെന്താണ് പണി, ഞാൻ ഇവിടെ എഴുതുകയാണ്, ആ പുസ്തകം കൂട്ടിച്ച് ഇവിടെ നോക്കിയാൽ ബാപ്പ അങ്ങോട്ടോ പോവുകയാണല്ലോ, മോനെ എനിക്കെന്താണ് പണി, ഞാൻ എന്താ കമ്പ്യൂട്ടറിലാണ് അതൊന്ന് ഓഫാക്കിയിട്ട് വന്നാൽ ബാപ്പര് വഴിക്ക് പോവുകയാണ്. ബാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നാ ഞാൻ പോവട്ടോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ബാപ്പ സലാം പറഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ബാപ്പാനെ യാത്രയാക്കാൻ ആ വീട്ടിലുള്ളവർ വീടിൻ്റെ വരാന്തയിൽ ഉണ്ടാവണം. അത് ഉമ്മാൻ്റെ ബാധ്യതയാണ്. വിളിക്കണം, മക്കളെ വിളിക്കണം. ബാപ്പാനെ ബഹുമാനിക്കണമെന്ന് മക്കളെ പഠിപ്പിക്കേണ്ടത് ഉമ്മ, ബാപ്പാനെ സ്നേഹിക്കണമെന്ന് മക്കളെ പഠിപ്പിക്കേണ്ടത് ഉമ്മ, ബാപ്പാനെ പരിഗണിക്കണമെന്ന് മക്കളെ പഠിപ്പിക്കേണ്ടത് ഉമ്മ. എടാ ഇപ്പോൾ ബാപ്പ മക്കള് ജോലിയൊക്കെ കിട്ടിയിട്ടേ ഒരു 10,000 രൂപ അമ്മ എൻ്റെ ശമ്പളം ആട്ടോ എന്ന് പറഞ്ഞ് കൈ കൊടുത്തു വരുമ്പോഴേ ഉമ്മ പറയണം ബാപ്പാക്ക് കൊണ്ടേ കൊടുക്ക്. ഇത് ബാപ്പാനോട് പറഞ്ഞോ, ബാപ്പാനോട് ചോദിച്ചോ, ബാപ്പാക്ക് കൊടുക്ക്. ബാപ്പാക്ക് പോയി ഞാൻ അല്ല, ബാപ്പാക്ക് കൊടുക്ക്. ബാപ്പാൻ്റെ അടുത്താ കൊടുക്കണ്ടേ, ബാപ്പയാണ് അറിയേണ്ടത്, ബാപ്പ അറിയണം. അത് ബാപ്പയെ അറിയിക്കൽ ഇമ്മാന്റെ ബാധ്യത. ഉമ്മ പറയണം മക്കളെ ബാപ്പയോട് ചോദിക്കാതെ ചെയ്യരുത് കേട്ടോ, ബാപ്പാനോട് പറയാതെ വേണ്ടട്ടോ, ബാപ്പാനെ ഒഴിവാക്കിയിട്ട് വേണ്ടട്ടോ, അത് ഉമ്മാന്റെ ബാധ്യത. തിരിച്ചുണ്ട് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞ് നിങ്ങൾ കുറച്ച് ക്ഷമിക്കണം, ഞാനത് തിരിച്ചു പറയുന്നുണ്ട്, അപ്പം നിങ്ങൾ കേൾക്കണം. അപ്പോൾ നിങ്ങൾ മക്കളെ ബാപ്പയെ ബഹുമാനിക്കുന്ന മക്കളായിട്ട് വളർത്തണം. ബാപ്പ പുറത്തു പോകുമ്പോഴും വരും, ബാപ്പ തിരിച്ചു വരുമ്പോഴും മക്കളെ വന്നാണ് നോക്കി ബാപ്പ വരുന്നുണ്ട്. എന്ത് രസകരങ്ങൾ. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ബാപ്പ ഇറങ്ങിപ്പോകുമ്പോൾ ആ ബാപ്പക്ക് വീട്ടിക്ക് തിരിച്ചു വരാൻ തോന്നും. ഇത് ബാപ്പ പോകുമ്പോൾ എന്നാൽ ഞാൻ പോകുക കേട്ടോ, ആരോട് പള്ളിക്കാട്ടിക്ക് പറഞ്ഞ മാതിരിക്ക് പിന്നെയും എന്നാ ഞാൻ ഇറങ്ങുക കേട്ടോ, പിന്നെ ഇന്നൊക്കെ എന്നാ ഞാൻ പോകുക കേട്ടോ. അപ്പൊ അടുക്കളയിൽ നിന്ന് പോയിക്കാണി മനുഷ്യ ചെവിട് കേൾക്കില്ല, നിങ്ങൾ പോയിക്കൂടെ, ഇനിയിപ്പോൾ നിങ്ങളെങ്ങനെ ചെണ്ട പൊട്ടിക്കാണ്ട് പറഞ്ഞേക്കണോ, അത് പോയിക്കൂടെ കേൾക്ക്. പിന്നെ ആ പേരേക്ക് വരാൻ തോന്നൂല. അതാണ് എങ്ങോട്ടേലും പോയാലോ തോന്നല്. പോകുമ്പോൾ എന്ത് പണിയാണെങ്കിലും കൈ തോത്തിയിട്ട് നിങ്ങൾ വരണം വാതിലിക്ക്, എന്നാൽ പോയി വരിട്ടോ അസ്സലാമു അലൈക്കും പറയണം. മക്കളുണ്ടാവണം. അതേപോലെ തിരിച്ചു വരുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടേ, നിങ്ങൾ ദീർഘയാത്ര കഴിഞ്ഞ് വരുമ്പോൾ നേരെ വീട്ടിലേക്ക് വരരുത്, നിങ്ങൾ പള്ളിയിലേക്ക് വരിക. അന്നത്തെ കാലത്ത് പറഞ്ഞാൽ പള്ളിയിലേക്ക് വരിക, എന്നിട്ട് നിങ്ങളെ വീട്ടിൽ ആളെ പറഞ്ഞയക്കുക, ഞാൻ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ പുതിയ ട്രെൻഡ് ഉണ്ട്, ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ചെറുപ്പക്കാരെന്ത് ചെയ്യാൻ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് കയറി വരിക, ഉമ്മാനെ നെട്ടിക്കാൻ, പെണ്ണുങ്ങളെ നെട്ടിക്കാൻ. അതൊരു പുണ്യകർമ്മല്ല. പുണ്യം എന്താ നിങ്ങൾ വരുന്നതിൻ്റെ മുമ്പേ അറിയിക്കുക, ഞാൻ വരുന്നുണ്ട്. എന്താ കാരണം പറഞ്ഞറിയോ, നിങ്ങളെ സ്വീകരിക്കാൻ അവർ കാത്തു നിൽക്കട്ടെ എന്നാ. സ്ത്രീ ഭാര്യ ഭർത്താവ് ദീർഘയാത്ര കഴിഞ്ഞ് വരികയാണെങ്കിലേ ഭർത്താവ് വരുന്നുണ്ട്, ഞാൻ എത്തി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കണേ, ഞാൻ അരമണിക്കൂർ കൊണ്ട് വീട്ടിൽ എത്തും പറഞ്ഞാൽ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഉഷാറായിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കണം. പായാരും പിടിച്ച് നിൽക്കല്ല.
വരുമ്പോത്തിന് രക്തം മനസ്സാ നിങ്ങൾ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി കഷ്ടകാലം കഷ്ടപ്പാടും പറഞ്ഞാണ്ട് അല്ലെങ്കിൽ തന്നെ പുറത്തു പോയിട്ട് കയറി വരിക പറഞ്ഞാൽ ടെൻഷനാണ്. ഒരു ചരിത്രത്തിലെ ഒരു കഥ ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഒരാൾ കച്ചവടത്തിന് പോകട്ടോ, ആ കച്ചവടത്തിന് പോയാൽ 3-4 മാസം കഴിഞ്ഞൊക്കെ വരിക. അയാൾ പോകുമ്പോൾ ഭാര്യ ഗർഭിണിയാണ്. അയാൾ നല്ല പ്രതീക്ഷയിലാണ് പോയത്. അങ്ങനെ പോയി അയാൾ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഭാര്യ പ്രസവിച്ചിരിക്കണ്, വയറൊന്നും കാണാനുള്ള ഉഷാറായിക്കണ്. അപ്പോൾ അയാൾക്ക് തോന്നി ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, കുട്ടി ഇവിടെയൊക്കെ ഉണ്ട്. സന്തോഷത്തോടെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു രാത്രി കിടന്നുറങ്ങി ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെ പൂർത്തിയാക്കി നേരം വെളുത്ത് കുളിച്ച് സുബൈ നിസ്കരിച്ച് ഈ ഭർത്താവിന് ഒരു കട്ടൻ ചായക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഭർത്താവിനെ മടിയിൽ കിടത്തിയിട്ട് മുടിയിൽ ഇങ്ങനെ തലോടിയിട്ട് ഭാര്യ പറയണേ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും അങ്ങനെ കാരണം നമ്മളെ തീരുമാനം പോലെ എന്ത്, ഈ നമ്മളെ കുട്ടി ജനിച്ചിരുന്നു പക്ഷെ ആ കുട്ടി മരിച്ചുട്ടോ, എനിക്ക് നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞില്ല. എപ്പോഴാണ് പറഞ്ഞാൽ നിങ്ങൾ യാത്ര കഴിഞ്ഞിങ്ങനെ ബോംബ് പോലെ വരുന്ന ഭർത്താവിനെ തീ കൊളുത്തി പൊട്ടിക്കാനല്ല, നന്നായി സമാധാനിപ്പിച്ച് ഭർത്താവ് ശാന്തനായപ്പോഴാണ്. നമ്മളെ നോക്കുകയാണെങ്കിൽ എന്തേലും പറയുകയാണെങ്കിൽ കുട്ടി സ്കൂളിൽ പോകാത്തതും അയലോക്കക്കാരൻ മാവുമൊക്കെ കല്ലെറിഞ്ഞതും വണ്ടി ഒരതിയതും ചോറടി പിടിച്ചതും മിക്സി പോയതും ഗ്യാസ് കഴിഞ്ഞതും സകലം ഇങ്ങനെ കെട്ടാക്കി വെച്ച കേൾക്കാരം മൂപ്പര് വരുമ്പോൾ ഒറ്റയേറാ അവിടുന്ന് തന്നെ പോകാൻ തോന്നും, ഒരു മാണ്ടില്ലേന്ന് തോന്നും അല്ലേ? അങ്ങനെ ആവരുത്. കുടുംബം എന്നത് സമാധാനത്തിൻ്റെ ഒരു കേന്ദ്രമാവണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ ആ വിഷയമാണ് മാറ്റാം. നിങ്ങൾക്ക് തോന്നുന്നത് ഇയാൾ ഞങ്ങളെ ചീത്തറിയാൻ മാത്രം മൗലവി അങ്ങനെ പറഞ്ഞു കൊടുന്നാണോ? അല്ല, തിരിച്ചു പറയുന്നുണ്ട്. അതായത് ഒറ്റ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഏതൊരു സ്ത്രീ അവൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുമ്പോൾ അവളെ സ്നേഹിച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ആ സ്ത്രീക്ക് സ്വർഗത്ത് പോകാന്ന. ഞാൻ സംഭവം പറയാം, മനസ്സിലാവും. ഒരു ബാപ്പിമ്മീൻ്റെ 3 മക്കളുണ്ട്, പെൺകുട്ടികളാണ്. 3 ആൾ കല്യാണം കഴിച്ച ഗൾഫിക്കാണ്. നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബാട്ടോ. ഈ ബാപ്പാക്ക് 10-75 വയസ്സേക്കണേ. അങ്ങനെ വാർദ്ധക്യ സഹജമായ രോഗം കാരണം ഇയാളിങ്ങനെ വീട്ടിൽ മരുന്നൊന്നും അങ്ങനെ കിടക്കാൻ, വൃദ്ധന്മാരെ കിടക്കുന്ന ശരീരമൊക്കെ പൊട്ടി അങ്ങനെ കിടക്കുകയാണ്. അവ ഈ പാലിയേറ്റീവിൻ്റെ ആൾക്കാരൊക്കെ വരും, മുറിവ് വെച്ച് കെട്ടും, അങ്ങനെ കിടക്കുക. പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. ഈ ഉമ്മ ഒരു മെലിഞ്ഞ അമ്മയാണ്. ആ അമ്മയാണ് ഈ ബാപ്പാനെ നോക്കണത് കാലങ്ങളായിട്ട്. മക്കൾ 3 ആളും കെട്ടിച്ച് ഗൾഫിലായത് കൊണ്ടല്ലോ അവിടെയുള്ളത്. അപ്പോൾ ആൾക്കാരിങ്ങനെ പറയാൻ തുടങ്ങി, എന്താ ഇപ്പോൾ മക്കളുണ്ടായിട്ട് കണ്ട അയാൾ കിടക്കണ്, ആ തള്ള വയസ്സായ തള്ളല്ല നോക്കണ്. അങ്ങനെ ഈ മക്കൾ എന്ത് ചെയ്തു, ഈ ബാപ്പാനെ തൊട്ടടുത്ത ആശുപത്രിക്ക് മാറ്റി. ഒരു ആശുപത്രി, അവിടെ വലിയ ചികിത്സ ഒന്നുമില്ല, റൂമൊക്കെ എടുത്താണ്ട് കിടത്തിയേക്കാണ്. നഴ്സുമാരൊക്കെ വരും, ഡോക്ടർമാർ വരും, ആ ചികിത്സക്കുള്ള പൈസയൊക്കെ ഒരു കൊടുക്കും, അങ്ങനെ പോവാണ്. പക്ഷെ എന്നിട്ടും നാട്ടുകാർ വിടുന്നില്ല. എന്താ അപ്പം മക്കൾക്ക് ഒന്ന് നോക്കിക്കൂടെ? അവസാനം മക്കൾ തീരുമാനിച്ച് നമുക്ക് കുറച്ചു കാലം ബാപ്പാനെ നോക്കല്ലേ. അങ്ങനെ ഇവർ 3 ആളും ഒന്നിച്ച് വന്നിട്ട് സാധനമൊക്കെ വീട്ടിൽ വെച്ച് നേരെ ആശുപത്രിക്ക് വന്ന് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇനി ബാപ്പാനെ കുറച്ചു കാലം ഞങ്ങൾ നോക്കാം, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളി. അപ്പോൾ ഒരു ഉമ്മയും ബാപ്പാനെ പിരിയാൻ ഇഷ്ടമുണ്ടാവില്ല വയസ്സായി കഴിഞ്ഞാൽ. മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആൾക്കാരുണ്ട് വയസ്സ് കാലത്ത് ഉമ്മാനെയും ബാപ്പാനെയൊക്കെ പിരിക്കും. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉള്ള ഫാമിലി ആണെങ്കിൽ, പെണ്ണുങ്ങളൊക്കെ പ്രസവിക്കാനൊക്കെ ആണെങ്കിൽ ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ. ഉമ്മാൻ്റെ ഉമ്മയും ബാപ്പയും പിരിഞ്ഞ് ബാപ്പ അവിടെ ഇടങ്ങാറായി, ഉമ്മ അവിടെ ഇടങ്ങാറായി. വയസ്സായി കഴിഞ്ഞാൽ ഒരിക്കലും ബാപ്പാനെയും ഉമ്മാനെയും പിരിക്കരുത് കേട്ടോ. കൊണ്ടുപോവുകയാണെങ്കിൽ 2 ആളെയും കൊണ്ടുപോവുക, അല്ലെങ്കിൽ കൊണ്ടുപോകാതൊക്കെ. അപ്പോൾ ഈ ഉമ്മാനെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് മക്കൾ നിങ്ങൾ പോയിക്കോളി ഉമ്മ, ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ ഉമ്മ പറഞ്ഞ് വേണ്ട മക്കളെ, ഉമ്മാക്ക് ബാപ്പാക്ക് മരുന്ന് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ബാത്റൂം കൊണ്ടുപോകാനൊക്കെ ഞാൻ തന്നെ വേണം, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ എന്ന് ഇടയ്ക്ക് കണ്ടു പോയാൽ മതി. അപ്പം മക്കൾ പറഞ്ഞു അതല്ല, ആൾക്കാർ പറഞ്ഞിട്ട് നിങ്ങൾ അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ നോക്കട്ടെ. അപ്പം അമ്മ പറയിക്കോട്ടെ നിങ്ങൾ നോക്കിക്കോളി, ഞാൻ ഇവിടെ ഇരുന്നോളാം. അത് വേണ്ട, നിങ്ങൾ വീട്ടിൽ പോയിക്കോളി, വീട്ടിൽ പോയിട്ട് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നിന്ന് കിടന്നുറങ്ങി നിങ്ങളൊന്ന് ഉഷാറായി ക്ഷീണമൊക്കെ മാറി ഞങ്ങളുള്ള സമയത്ത് ഞങ്ങൾ നോക്കട്ടെ. ഇവരെന്തായാലും ഉമ്മാനെ നിൽക്കാനായിക്കൂല. അവസാനം ഉമ്മ പറയുന്ന ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാം. മനസ്സില്ല മനസ്സോടെ ഉമ്മ പർദ്ദയൊക്കെ എടുത്തിട്ട് ബാപ്പ ഇങ്ങനെ ചെരിഞ്ഞ്, ബാപ്പ മിണ്ടാനുള്ള സംസാരശേഷിയൊക്കെ കഴിക്കണം. പാപ്പാൻ്റെ മേത്ത് ഇങ്ങനെ കൊട്ടിയിട്ട് ഉമ്മ പറഞ്ഞേ എന്നാൽ ഞാനൊന്ന് പോയി വരട്ടോ വീട്ടിൽ. അപ്പോൾ ബാപ്പ ചെരിഞ്ഞ് കിടക്കണ ബാപ്പ ഒന്ന് മരന്ന് കിടന്നു എന്നാ. എന്നിട്ട് ഉമ്മാൻ്റെ മുഖത്തേക്കൊരു നോട്ടം. കഴിഞ്ഞ 10-70 കൊല്ലമായി ബാപ്പാൻ്റെ ഏത് നോട്ടത്തിൻ്റെ അർത്ഥം അറിയുന്ന ആളമ്മ. ബാപ്പ നോക്കിയാൽ മതി, ഉമ്മക്കറിയാം എന്താണ് എൻ്റെ അർത്ഥം എന്ന്. അപ്പോൾ ഉമ്മക്ക് മനസ്സിലായി ഉമ്മ പോണേ ബാപ്പാക്ക് ഇഷ്ടമായിട്ടില്ല. അതിൽ ഉമ്മ പറഞ്ഞ് എന്നാൽ ഞാൻ പോണില്ല, ഞാൻ ഇവിടെ ഇരിക്കണം. അതിൽ ബാപ്പ ഒന്നും കൂടി മരന്ന് കിടന്നിട്ട് ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കിയൊരു ചെറി, 14 ചെറി, ആദ്യരാത്രി തീർച്ച ചെറിയാണ് ഒരു ചെറി. അതിൽ മക്കൾ കളിയാക്കി ഇങ്ങനെയുണ്ട് ഒരു വാപ്പി ഇമ്മീന്നൊക്കെ. എന്തായാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത കേട്ട എന്താ നിങ്ങൾ, അയാൾ മരിച്ചു, ബാപ്പ മരിച്ചു. എനിക്ക് ആ ഹദീസ് ഇങ്ങനെ ഓർമ്മ വന്നു. ഏതൊരു സ്ത്രീ ഭർത്താവ് അവൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കെ, തിരിച്ചു മറിച്ചു ആവാം,
മരണപ്പെട്ടാൽ അവൾക്ക് സ്വർഗത്തിൽ പോകാം. എങ്ങനെ പോകാന്ന് നിങ്ങൾ? സ്വർഗത്തിൻ്റെ 8 വാതിലുകൾ, ഓരോ വാതിലും ഓരോരുത്തർക്കല്ലേ. നോമ്പുകാർക്കൊരു വാതിൽ, നിസ്കാരക്കാർക്കൊരു വാതിൽ, ശുഹദാക്കൾക്കൊരു വാതിൽ, അങ്ങനെയാണ്. പക്ഷെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മരണപ്പെട്ടു പോയ പെണ്ണുണ്ടല്ലോ, അവൾക്ക് സ്വർഗത്തിൽ പോകാം. എങ്ങനെ അറിയോ? സ്വർഗത്തിൻ്റെ 8 വാതിലുകളിൽ ഏത് വാതിൽ കൂടിയും പോകാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെ നിയ്യത്താവണം, നിങ്ങളെ ഭർത്താവ് നിങ്ങളെ പ്രണയിച്ചുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ മരിക്കുക, ഇല്ലെങ്കിൽ ഭർത്താവ് മരിക്കുക, രണ്ടിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെ വെറുപ്പില്ലാതെ പ്രണയത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങളെ ആ വീട്ടിലെ രാജാവാക്കാൻ, ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും അവരറിഞ്ഞും അവരോട് ചോദിച്ചും തീരുമാനപ്രകാരവും നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. രണ്ടാമത് എനിക്ക് സംസാരിക്കാനുള്ള പുരുഷന്മാരോടാണ്. ആരാണ് നിങ്ങളുടെ ഭാര്യ? ആരാണ് നിങ്ങളുടെ ഭാര്യ? ആ ഭാര്യയോട് ഏത് രൂപത്തിലാണ് നിങ്ങൾ പെരുമാറേണ്ടത്? ഒന്ന്, നിങ്ങളുടെ കുട്ടികളുടെ ഉമ്മയാണ് നിങ്ങളുടെ ഭാര്യ. സാധാരണ പറയാറുണ്ടേ, ചില ആൾക്കാർ പറയും എന്തിനാ അവളെ പറ്റുക, എന്തിനാ അവളെ പറ്റുക അല്ലേ? ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളി. നിങ്ങൾക്കൊരു കുട്ടി, മകനോ മകളോ ആവട്ടെ, അവളെ പ്രസവിച്ചു പോറ്റി വളർത്തി എന്ന ഒരൊറ്റ കാര്യം മതി ജീവിതകാലം മുഴുവൻ ഒരു പെണ്ണിനെ സ്നേഹിക്കാനും അവളെ ആദരിക്കാനും അവളെ ബഹുമാനിക്കാനും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ പറഞ്ഞറിയോ? സൽ സ്വഭാവികൾ മാത്രമേ സ്വർഗത്ത് പോകൂ. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും മാത്രം സ്വർഗത്ത് പോരട്ടോ, അങ്ങനെ ആരും വിചാരിക്കണ്ട. സ്വർഗത്ത് പോകണമെങ്കിൽ നല്ല സ്വഭാവമാണ്. ഒരു സ്ത്രീയെ പറ്റി അതിന് അയൽവാസി വന്ന് നബിയോട് പറയണേ, എൻ്റെ അയൽവക്കത്തൊരു സ്ത്രീ ഉണ്ട്, രാത്രി മുഴുവൻ നിസ്കാര, പകല് മിക്ക ദിവസവും നോൽബ, ഇബാദത്തുകൾ കൊണ്ട് ഒരു രക്ഷയില്ല, പക്ഷെ നാവ് വളരെ മോശ, ആൾക്കാരെ പറ്റി മോശമായിട്ടേ സംസാരിക്കുള്ളൂ. പ്രവാചകൻ ഒറ്റയടിക്ക് എന്താ പറഞ്ഞാൽ നിങ്ങൾ? വഹിയ ഫിന്നാർ, ഓള് നരകത്തിലാണ്. അപ്പം അമലുകൾ കൊണ്ട് മാത്രം കഴിച്ചിലാവില്ല, സ്വഭാവം നന്നാവണം. എന്നിട്ട് പ്രവാചകൻ പറയണേ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ്. എന്നിട്ട് റസൂൽ പറയണേ, ഞാൻ എൻ്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണെന്ന്. എന്താ മനസ്സിലായതറിയാം? ഒരാണിൻ്റെ ഏറ്റവും നല്ല സ്വഭാവം കിട്ടേണ്ടത് ഓൻ്റെ ഭാര്യക്കാണ്. നമ്മൾ നാട്ടുകാരോടൊക്കെ ഉഷാറ്, അയലോക്കക്കാരോടൊക്കെ ഉഷാറ്, എല്ലാവരോടും ഉഷാറാ. പക്ഷെ വീട്ടിൽ കയറുമ്പോൾ പെണ്ണുങ്ങളുടെ മുഖം കാണുന്നതോടുകൂടി നമ്മുടെ ട്യൂണ് മൊത്തം മാറി. പിന്നെ തെറി, ചീത്ത, ഒച്ച, ദേഷ്യം, അങ്ങോട്ടും ഇങ്ങോട്ട്. ചില ആൾക്കാരൊക്കെ ഭാര്യനെ തള്ളെന്ന് വിളിക്കുക കുട്ടികളെ മുമ്പെന്ന്. എങ്ങനെയോ നന്നാവുക? ഈ തള്ളൻ്റെ മകനല്ലേ. ആരാണ് ഈ തള്ള? ഒരു നിഴലായി നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്ന് സുഖദുഃഖങ്ങളെ മുഴുവനും കൂടെ നിന്ന് അനുഭവിച്ച ഒരാൾ എവിടെയാ തള്ളയത്? എവിടെ ഒരു മോശമായത്? ചില ആളുകൾ ഭാര്യമാരെ കുറിച്ച് വളരെ മോശമായി, നല്ല ഒരു വർത്താനം ഭാര്യയെക്കുറിച്ച് പറയാത്ത ആൾക്കാരുണ്ട്. ഭാര്യയെ പറ്റി പറയണോ, എന്തിനാ പറ്റുക, എന്താ അങ്ങനെ, വിവരമുണ്ടോ, അന്തണ്ടോ, ബുദ്ധിയുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതാണ് ഇതാണ്. സ്വർഗത്ത് പോകില്ല കേട്ടോ, സ്വർഗത്ത് പോകില്ല. നമുക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരേണ്ടത് വില്ലേജ് ഓഫീസറോ നമ്മൾ പഠിച്ച കോളേജിൻ്റെ പ്രിൻസിപ്പാളോ ഒന്നുമല്ല. കല്യാണം കഴിച്ചിക്കണോ പെണ്ണിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കലേ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അലി, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുക? അലി ഫാത്തിമ ഓലെ പ്രണയം ഭയങ്കര, എന്താ പറയുക, ഭയങ്കരമായ ചരിത്രത്തിൽ പ്രസിദ്ധമായ പ്രണയമാണ്. ഈ അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾ അതിശക്തനായിരുന്നു എന്നാ, വലിയൊരു മരക്ക് അദ്ദേഹം ഒറ്റക്ക് എടുക്കാൻ പറ്റുന്ന. പക്ഷേ ഫാത്തിമ ബീവി മരിച്ചപ്പോൾ ഫാത്തിമയെ താങ്ങാൻ ശ്രമിച്ച അലി തളർന്നു വീണു എന്നാണ്. അതായത് അത്ര സ്നേഹമായിരുന്നു ഫാത്തിമ അലി. ആ ഫാത്തിമയാണ് അലിയോട് ചോദിച്ചേ, ഞാൻ മരിച്ച ഞങ്ങൾ വേറെ കല്യാണം ആയിക്കോ? അലിയാണ് കരഞ്ഞ്, എന്താ ഫാത്തിമ അങ്ങനെ ചോദിച്ചത്? അപ്പോൾ ഫാത്തിമ പറയണേ, ഞാൻ മരിച്ച ഞങ്ങൾ കല്യാണം കഴിക്കണം. പക്ഷെ കല്യാണം കഴിക്കേണ്ടത് ആരെ അറിയോ? ഞാൻ പറഞ്ഞ ഫാത്തിമയുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ പേര് ഫാത്തിമ പറയാണ്, ഞാൻ മരിച്ചാൽ നിങ്ങൾ അവളെ കല്യാണം കഴിക്കണം കേട്ടോ അലീൻ. സങ്കടത്തോടു കൂടി അലി ചോദിക്കുക, എൻ്റെ ഫാത്തിമ അങ്ങനെയൊക്കെ പറയണേ? അപ്പോൾ ഫാത്തിമ പറഞ്ഞ മറുപടി എന്താ പറയുക? അലി, താങ്കളെപ്പോലത്തെ ഒരു നല്ല മനുഷ്യൻ, താങ്കളെപ്പോലത്തെ നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു മനുഷ്യൻ എൻ്റെ മരണത്തോടുകൂടി എൻ്റെ കുടുംബത്തിന് നഷ്ടമാവാൻ പാടില്ല. നിങ്ങളെന്ന നല്ല മനുഷ്യൻ ഞാൻ മരിച്ചാലും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവണം. അതാ സർട്ടിഫിക്കറ്റ്.
ആ സർട്ടിഫിക്കറ്റ് ഭാര്യമാരെയൊക്കെ കിട്ടണമെങ്കിലേ ഭർത്താക്കന്മാരെ നല്ല പണിയാണ്. അവരെ സ്നേഹിക്കാനും അവരെ ആദരിക്കാനും അവരെ ബഹുമാനിക്കാനും അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഉൾക്കൊള്ളാനും അവരുടെ പ്രയാസങ്ങളെ ആദരിക്കാനും ഒരു ഭർത്താവിന് പറ്റണം. അപ്പോഴേ അയാൾ ഭർത്താവുള്ളൂ. ഓക്കെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശന്നുകൊണ്ട് ആയിഷ ബീവിൻ്റെ അടുത്തേക്ക് കയറി വരിക. ആയിഷ, വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തിന്നാണ്ടോ? റസൂലുള്ളാഹിക്കറിയാം അവിടെ ഒന്നുമില്ല. കാരണം റസൂൽ കൊണ്ടുപോയി കൊടുത്താലല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. കുറേ ദിവസങ്ങളായിട്ട് പച്ചവെള്ളം പോലും കിട്ടിയിട്ടില്ല, പട്ടിണിയാണ്. റസൂൽ ഇങ്ങനെ തളർന്ന് വീട്ടിൽ വന്നിട്ട് എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷാന്റെ കണ്ണ് നിറഞ്ഞ്. ഒരു സാധനം കൊടുക്കാനല്ല, ബിരിയാണി കൊടുക്കാനല്ല, ഒരു കാരക്ക പോലും കൊടുക്കാനല്ല. നിസ്സഹായാവസ്ഥ നോക്കാൻ നിങ്ങൾ. ഒന്നുമില്ല നബിയെ. ആയിഷ ബീവിൻ്റെ തൊണ്ടയിടറി. അപ്പോൾ റസൂൽ പറഞ്ഞു, ആയിഷ ഇത് ശരിക്കും നോക്കിയാ തിന്നാൻ പറ്റിയ എന്തേലും ഉണ്ടോ നോക്കിയാ. അങ്ങനെ ആയിഷ ബീവി തിരഞ്ഞപ്പോണ്ടേ 3-4 ദിവസം മുമ്പ് തിന്നേ ഒരു റൊട്ടിൻ്റെ ബാക്കി, ഈ റൊട്ടിയുടെ ബാക്കി ഓല് നിലത്ത് കടയില്ല. അതിങ്ങനെ ഈ ഓല കൊണ്ട് മറച്ച ചുമരാണല്ലോ, ആ ഓലൻ്റെ അടിയിൽ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട് ഒരു റൊട്ടിൻ്റെ കഷ്ണം. 4 ദിവസം മുമ്പത്തെ റൊട്ടിക്കും കറിയില്ലേ, അറബിയുടെ റൊട്ടി. ചൂടോടുകൂടി ചുട്ടെടുക്കുമ്പോൾ തിന്നാ 10 മിനിറ്റ് കഴിഞ്ഞാൽ റൊട്ടി തിന്നൂല. ഗൾഫ് പോയ ആൾക്കൊക്കെ അറിയില്ലേ, 2 കുബൂസ് ഒപ്പം തന്നാൽ ഒന്ന് വേസ്റ്റാ, തിന്നൂല. കാരണം തണുത്താ തിന്നാൻ പറ്റൂല. അതാണ് ദിവസങ്ങൾക്ക് മുമ്പത്തെ റൊട്ടി. അത് ഉണങ്ങിയിട്ട് ഒരു മരത്തിൻ്റെ പലക പോലെ ഇരിക്കണം. ആയിഷ ബീവി പറഞ്ഞു, നബിയെ തിന്നാൻ പറ്റിയതായിട്ട് ഈ പെരയിൽ ഇത് മാത്രമേ ഉള്ളൂ പറഞ്ഞു. പലകമായിരിക്കും റൊട്ടി. റസൂൽ പറഞ്ഞു, കൊണ്ടുവരായിഷ. അതിങ്ങനെ കൊടുന്ന് റസൂൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് പൊട്ടണില്ല, ഉണങ്ങിയിട്ടേ. അപ്പോൾ റസൂൽ പറഞ്ഞു, ആയിഷ ഇതൊന്ന് പൊതിർത്താൻ വല്ല കറിയോ എന്തെങ്കിലും. എന്ത് കറി? ഒരു വസ്തുവില്ല. അത് നോക്കുക. അപ്പോൾ ആയിഷ ബീവി ഇങ്ങനെ തിരഞ്ഞപ്പോണ്ടേ വീടിൻ്റെ മൂലൊക്കെ ഒരു കുപ്പിയിൽ ഇത്തിരി സുർക്ക എന്ന് പറയില്ലേ, വിനാഗിരി, സുർക്ക, വേറൊന്നുമില്ല. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞ, നബിയെ ഇവിടെതാ വെള്ളമായിട്ട് ഈ സുർക്കല്ലാതെ ഒരു സാധനം ഇവിടെ അല്ല, ആ കൊണ്ടുവരുന്നു. ആയിഷ ബീവി ആ സുർക്കൻ്റെ കുപ്പി കൊണ്ടുപോയി കൊടുത്ത്. റസൂലുള്ള ആ സുർക്കൻ്റെ കുപ്പി തുറന്നിട്ട് ഈ റൊട്ടി അതിലിങ്ങനെ മുക്കിയിട്ട്, റസൂൽ ഈ സുർക്കയും റൊട്ടി ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത സാധനമാണ്, രണ്ട് വൈക്കാ. പക്ഷെ അതിങ്ങനെ തിന്നിട്ട് നല്ല സ്വാദോടെ തിന്നിട്ട് റസൂൽ പറയണേ, ദുന്യാവിലെ ഏറ്റവും നല്ല കൂട്ടാൻ കറി എന്ന് പറഞ്ഞാൽ അത് സുർക്കേട്ടോ. ഞമ്മൽ ഇതാ അൽ ഖല്ല്, സുർക്ക എത്ര നല്ല കറിയാണ്. നമുക്കറിയാലോ സുർക്കൻ്റെ ടേസ്റ്റ്. എന്തിനാ റസൂൽ ആ വാക്ക് പറഞ്ഞാൽ നിങ്ങൾ? എനിക്ക് തരാൻ ഒന്നുമില്ലാതെ ഈ സുർക്ക തരേണ്ടതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സ് അതൊന്ന് കുളിർപ്പിച്ചതാ റസൂൽ. ആയിഷ എന്താ ടേസ്റ്റ് സുർക്കി റൊട്ടി, ഇതിലും നല്ല കൂട്ടാൻ പറഞ്ഞിട്ടല്ല. നമ്മളൊക്കെ പെണ്ണുങ്ങൾ മണിക്കൂർ അടുക്കളയിൽ നിന്ന് ഓലിങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് മേശപ്പുറത്ത് കൊടുന്നു വെച്ചാലേ എത്തത് തിന്നാൻ പറ്റുമോ? ഇതെന്താ പോത്ത് കൊടുക്കണതോ? ഒരൊറ്റ ഏറട്ട. ഇനി തിന്നാൽ തന്നെ അതിൻ്റെ ഒരു നന്മ ഒരിക്കലും പറയില്ല. ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിച്ചേ മസ്റ്റ് ട്രൈ. ഏത് പൊളിച്ച സാധനക്കാരാണ്, എന്നാലും വലിയ വർത്താനം പറയും. അവനാൻ്റെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട ആ പുകയൊക്കെ പാടെ കൊണ്ട് കണ്ണൊക്കെ ചോപ്പിച്ച് തിന്നോക്കാണി. ആർക്കെ തിന്നാൻ പറ്റുമോ? എത്തത് ഇതാർക്കാ വേണ്ടി? മക്കളടിയുന്നു അല്ലേ? പുരുഷന്മാരോടാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണം എന്താ പറയുക? അവനാൻ്റെ ഭാര്യയെ ബഹുമാനിക്കാൻ പഠിക്കുന്നില്ല. അവനവൻ്റെ ഭാര്യയെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നതാണ് ഒരാണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ. വേറെ ആരെ ബഹുമാനിക്കാൻ പറ്റില്ല. അവനവൻ്റെ ഭാര്യയെ ബഹുമാനിക്കാൻ പഠിക്കണം. അവനവൻ്റെ മക്കളോട് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാപ്പയെ ബഹുമാനിക്കാൻ നിങ്ങൾ പറയണമെന്ന് ഭർത്താവ് പറയണം. മക്കളെ എന്താടാ ഉമ്മാനോട് ഞാൻ വർത്താനം പറഞ്ഞേ? ആരാ എൻ്റെ അമ്മ നിനക്കറിയോ? എൻ്റെ അമ്മ ആരാ നിനക്കറിയോ? ഇജെങ്ങനെ ജനിച്ചത് നിനക്കറിയോ? ഇജ് മുലയൂട്ടി ഇന്ന് ഈ കാണുന്ന ബീട്ടക്കും ആനയും ചേനയും കുപ്പായൊട്ടും കണ്ട് നടക്കണ ഈ അവസ്ഥയൊക്കെ എത്താൻ വേണ്ടി എൻ്റെ അമ്മ അനുഭവിച്ച ത്യാഗം കഷ്ടപ്പാടും എനിക്കറിയോ? ഇജെൻ്റെ വലിപ്പം കണ്ടുകണോ? പറയണങ്ങള്. ബാപ്പാനോട് അല്ലെങ്കിൽ ഉമ്മാനോട് കയർത്ത് സംസാരിക്കുന്ന ഒരു മകനെയും ഒരു മകളെയും ബാപ്പ വെറുതെ വിടാൻ പാടില്ല. ഇത് ചില ബാപ്പാരെ അപ്പഴും കൂടും, ആ മക്കളൊപ്പം, അല്ലെങ്കിൽ തന്നെ ഓൾ അങ്ങനെയാണ്, ഓൾ ഇങ്ങനെയാണ്. പൊന്നാര ബാപ്പാരെ, നിങ്ങളെ ഭാര്യ അത് അള്ളാഹു നിങ്ങൾക്ക് തന്നതാ. ചൊറുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആരാ ഉണ്ടാകുക? നിങ്ങൾ നാളെ ഒന്ന് തളർന്ന് ഒന്ന് വയറ്റുന്ന് പോണമാർക്ക് ഒരു 4 വട്ടം വയറ്റുന്ന് പോയാലേ
ആ ആശുപത്രിയുടെ ബെഡിന്റെ തലക്കെ ആ കസേരന്റെ അടുത്തിരിക്കാൻ ഈ പെണ്ണല്ലാതെ ഒരു മനസ്സുണ്ടാവില്ല കേട്ടോ. വെറുതെ വിചാരിക്കണ്ട, ഓരുണ്ടാകും, ഒരാളുണ്ടാവില്ല, ഇതേ ഉണ്ടാവൂ. ജീവിതകാലം വരെ പ്രാർത്ഥിച്ചോളണ്ടേ നമ്മളെ ഭാര്യമാർക്കൊക്കെ ആരോഗ്യം ഉണ്ടാവാൻ. നമ്മളൊക്കെ ഒന്നാണ് തളർന്ന് വീണാലേ, മക്കൾ ജോലിക്കോ രാവിലെ വൈകുന്നേരോ ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിലേ താങ്ങിപ്പിടിച്ച് ഇരുത്താനേ ഈ ശുഷ്കിച്ച കൈകളെ ഉണ്ടാവുള്ളൂ. അതേ ഉണ്ടാവൂ. വെറുതെ സ്വപ്നം കാണണ്ട. ആരുണ്ടാവില്ല, ഈറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. അക്കൂസ് കൊണ്ടുപോകാന്, വയറ്റിന്ന് പോയ കഴുകാന്, ഒലിച്ചിറങ്ങുന്ന ഉമിനീര് കഴുകി മാറ്റാന്, ആ ബെഡിൽ നിന്ന് തിരിച്ചു കടത്താന് ഈ സാധുക്കളുടെ ദുർബലമായ കയ്യേ ഉണ്ടാവുള്ളൂ. അനേകം നമ്മൾ കാണുന്നതാ. അതുകൊണ്ട് ബഹുമാനിച്ചോളുണ്ടേ. ഞാൻ അവസാനിപ്പിക്കട്ടോ. നന്നായിട്ട് ആദരിച്ചോളുണ്ടേ. മനസ്സിൻ്റെ സ്നേഹം നിറയെ കൊടുത്തോളുണ്ടേ. റബ്ബിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളുണ്ടേ. ജീവിതാവസാനം വരെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ കൂടെ ഉണ്ടാവണേ റബ്ബേന്ന് പടച്ചോനോട് 5 നേരം തേടിക്കൊള്ളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തേടിക്കൊള്ളുണ്ട്. കാരണം വേറൊരാളുണ്ടാവില്ല തകർന്നു പോകുമ്പോൾ. അപ്പോൾ കുടുംബം സമാധാനത്തിൻ്റെ കുടുംബമാവാൻ, ആ കുടുംബത്തിൽ പരിശുദ്ധമാവേണ്ട ഒന്നാമത്തെ ബന്ധം ഏതാരങ്ങൾ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അത് വളരെ ക്ലിയർ ആവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഭാര്യയും ഭർത്താവും അവരുടെ കിടപ്പറ ബെഡ്റൂമിലല്ലാതെ അതിൻ്റെ പുറത്ത് തെറ്റാൻ പാടില്ല. നിങ്ങളെ ഭാര്യയും തെറ്റിക്കണെന്ന് നിങ്ങളെ വീടിൻ്റെ ഉള്ളിലൊരു മനുഷ്യനറിയാൻ പാടില്ല. മക്കളറിയരുത്, ആരും അറിയരുത്. തെറ്റാ. ചിലപ്പോൾ 2 അഭിപ്രായം ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 ദിവസം വരെയൊക്കെ തെറ്റാ. പക്ഷെ ആ തെറ്റൽ ബെഡ്റൂമിലുമാണെങ്കിൽ നിങ്ങൾ ബെഡ്ഷീറ്റ് വിട്ട് അപ്പുറത്ത് കടന്നോളി. പെണ്ണുങ്ങൾ ദേഷ്യപ്പെട്ട് അപ്പുറത്ത് പോയി കടന്നോട്ടെ. ഒരു കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നോളി. കട്ടിൽ 2 ഇട്ട് വേറെ കടന്നോളി. ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ രസകരമായൊരു കഥ കേട്ടെ. അവിടുത്തെ ഭാര്യയും ഭർത്താവും തെറ്റിയിട്ട് 25 കൊല്ലായി. ഒരേ വീട്ടിലാണ് പാർക്കണേ. തുണിയും കുപ്പായം തിരുമ്പടേ ഭാര്യയാണ്, ഭക്ഷണം ഉണ്ടാക്കുന്ന ഓളാണ്, കൊടുന്നുകൊടുക്കണേ മൂപ്പരാണ്, ആശുപത്രി കൊണ്ടുപോകണേ മൂപ്പരാണ്. പക്ഷെ ഒരു തെറ്റിക്കണത്രേ. 25 കൊല്ലമായത്ര. ഒരു ദിവസം ഭർത്താവ് അയാൾ രാത്രി കാവലിന് പോണ ആളാണ്. അങ്ങനെ ഒരിക്കൽ കാവലിന് എന്തോ സുഖമില്ലാതെ വീട്ടിൽ വന്നപ്പോൾ ഭാര്യൻ്റെ അടുത്ത് വീട്ടിൽ കാണാൻ പാടില്ലാത്ത ഒരാളെ കണ്ടതാ. അന്ന് തെറ്റിയതാ. 25 കൊല്ലമായി അറിഞ്ഞ്. പിന്നെ ഒരു തമ്മിൽ മിണ്ടിയിട്ടില്ല. ആർക്കും അറിയില്ല, അയൽവക്കക്കാർ പോലും അറിയില്ല, മക്കൾക്ക് അറിയാറുണ്ട്. മക്കൾ എന്നോട് പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞുങ്ങാണ്ട് ശരിയാക്കോ, പാപ്പാക്ക് സുഖമില്ലാതേക്കണ്, ഉമ്മയും പാപ്പ ഇപ്പോഴും തെറ്റിലാണ്, നിങ്ങളൊരു മസ്ലഹത്ത് ഉണ്ടാവോ? അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, എത്രയായി? 25 കൊല്ലമായി അല്ലേ? എന്തോ ആവട്ടെ, റസൂല് പറഞ്ഞെന്താ? നിങ്ങൾ കിടപ്പറക്കുള്ളിലല്ലാതെ ഭാര്യയും ഭർത്താവും തെറ്റാൻ പാടില്ല. അതിൻ്റെ പുറത്ത് ഭാര്യയെ തെറി വിളിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, മാനം കെടുത്താൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല, തിരിച്ചും പാടില്ല അല്ലേ? ആ ആദരവോടെ ഭാര്യയും ഭർത്താവും ഒരേ ട്രാക്കിലായാലുണ്ടല്ലോ ആ കുടുംബം മനോഹരിക്കാൻ. ഇതിപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ മകനെ ഒന്ന് എടാ എവിടെ നീ സ്കൂൾ വിട്ടിട്ട് 1/4 മണിക്കൂറായല്ലോ, എവിടെ ഇതുവരെ എന്ന് ചോദിച്ചാൽ എൻ്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് പാഞ്ഞു വരും. നിങ്ങൾ എന്തിനാ അവനോട് ചീത്ത അറിയണത്? എല്ലാവരും ഇപ്പോഴല്ലേ പോയിട്ടുള്ളൂ. ഓ ചിലപ്പോൾ അത് വീടിക്ക് ഇറങ്ങിയേക്കും, സാധനം വാങ്ങാൻ ഇറങ്ങിയേക്കും, വലിയ കുട്ടികളല്ലേ, അതിന് ചീത്ത അറിയണോ? ഒരു കാര്യം ഞാൻ മകനോട് പറഞ്ഞാൽ രണ്ടാമത്തെ പിന്നെ ഓളോട് പറയേണ്ടി വരും. പിന്നെ ഞങ്ങൾ തമ്മിൽ തെറ്റി. കുട്ടികളുടെ ഇടയ്ക്ക് സ്കൂട്ടാവും, ഭാപ്പിയും കച്ചറ, ഞാൻ എല്ലാം മുങ്ങിയാൽ. തിരിച്ചങ്ങനെ തന്നെ ഭാര്യ എന്തെങ്കിലും കാര്യം മക്കളോട് പറഞ്ഞാൽ ഭർത്താവ് അപ്പടപെടും. എന്തിനാ അവളെ കുറ്റം പറയണേ, അവൾ അത്ര വലിയ കുറ്റമൊക്കെ ചെയ്തോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് ഭാര്യയെ ചീത്തറിയും. അതോടുകൂടി ഭാര്യ സൈലൻ്റ് ആവും. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ കഴിച്ചിട്ടാവും. പാപ്പ പറഞ്ഞാൽ അമ്മ ഇടപെടും, ഉമ്മ പറഞ്ഞാൽ വാപ്പ ഇടപെടും. അതുകൊണ്ട് മക്കൾക്ക് സുഖ ഓല കാര്യം റാഹത്ത. അങ്ങനെ ആവരുത്. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ ഒരു ട്രാക്കിലാവുക, നിങ്ങൾ ഒന്നിച്ച് നിൽക്കുക. ഇനി ഭാര്യൻ്റെ അടുത്ത് ഒരു അബദ്ധം സംഭവിച്ചാൽ പോലും സ്പോട്ടിൽ ഭർത്താവ് തിരുത്തരുത്. ഭാര്യൻ്റെ ഒപ്പം കട്ടക്ക് നിൽക്കണം. ചിലപ്പോൾ ഓള് പറഞ്ഞ പൊട്ടത്തരേക്കാരം, എന്നാലും ഒപ്പം നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വാ, ഇതാ പറഞ്ഞ ആന മണ്ടത്തരട്ടോ, ഇനി മേലെ മനുഷ്യന്മാരുടെ മുമ്പിൽ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ, ഒറ്റയ്ക്ക് പറഞ്ഞോളി. ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിലിട്ട്, മക്കളെ മുമ്പിലിട്ട്, കുടുംബത്തിലെ മറ്റുള്ളവർക്ക് മുമ്പിലിട്ട് ഒരിക്കലും ഭാര്യയെ കൊച്ചാക്കരുത്, അവളെ അപമാനിക്കരുത്, അവളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. തിരിച്ച് ഭാര്യമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ വേറെ ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് ഇബാദത്തല്ലേ, അള്ളാൻ്റെ മുമ്പിൽ മാത്രം. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ അധികാരമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു, സ്ത്രീകളെ നിങ്ങൾ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അതിനപ്പുറത്തേക്ക് ആ കടമയെ നിർവചിക്കാൻ ഒരു പ്രയോഗം ദുന്യാവിലില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. 6 കുടുംബത്തിൻ്റെ സമാധാനത്തിലെ ഒന്നാണ് ഈ പറഞ്ഞ കേട്ടോ. ഇനി 2-3 കൂടി ഉണ്ട്, സമയക്കുറവുണ്ട്. ഒന്ന് മാതാപിതാക്കൾ.
പ്രായമായ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ മാതാപിതാക്കളാവാം, അത് ഭാര്യൻ്റെ മാതാപിതാക്കളാവാം, ആരാവാം. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നതോടുകൂടി എനിക്ക് ബാപ്പ എന്ന് വിളിക്കാൻ 2 ബാപ്പ ഉണ്ടാവുക. ഒന്ന് എൻ്റെ വാപ്പ, ഒന്ന് ഓളെ വാപ്പ. ഉമ്മ എന്ന് വിളിക്കാൻ 2 ഉമ്മയാണ്, ഒന്ന് എൻ്റെ ഉമ്മ, ഒന്ന് ഓളുമ്മ. ചില ആൾക്കാർ പറയേ കല്യാണം കഴിച്ചാൽ പിന്നെ പെൺകുട്ടികൾ ഓൾ ഇങ്ങോട്ട് നോക്കേണ്ട പോലെ അങ്ങോട്ട് നോക്കേണ്ട പോലെ ഓരോ നോക്കിയാൽ മതി ഇവർ നോക്കിയാൽ മതി. ഇസ്ലാം അങ്ങനെ വേർതിരിച്ചോ? മാതാപിതാക്കളോടുള്ള കടമ പറഞ്ഞിടത്ത് എവിടെയാണ് ഭർത്താവിൻ്റെയും ഭാര്യൻ്റെയും മാതാപിതാക്കളെ വേർതിരിച്ചത്? നിന്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞേ ആ നിന്റെ മാതാപിതാക്കൾ അതൊരു കടമ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമായ അല്ലെങ്കിൽ പ്രായമാവാത്തതുമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആ മാതാപിതാക്കളോട് അതൊരു വിഷയാട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റേതെങ്കിലും ഒരു സമയത്ത് ഈ പള്ളിയിലൊരു വേദി ഉണ്ടാക്കി നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും. മാതാപിതാക്കളോട് നമ്മൾ കാണിക്കേണ്ട കടമകളുണ്ടല്ലോ അത് വിശാലമായി പറയേണ്ടതാണ്. ഇനി അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഈ വിഷയത്തിൻ്റെ പകുതി എന്ന് പറയേണ്ട വേറൊരു വിഷയമുണ്ട്. അതെന്താ നിങ്ങൾ നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കൾ ജീവിക്കുന്ന സാഹചര്യം, അവർ വളരുന്ന സാഹചര്യം, അവരുടെ ചുറ്റുപാടുകൾ, അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധിയോട് പ്രതിവിധി നേടാനാവാതെ തളർന്നു പോകുന്ന മാതാപിതാക്കൾ എന്താ ഉസ്താദ് ചെയ്യുക, എന്താ നമ്മൾ കാട്ടുക, മക്കൾ അങ്ങനെയായില്ലേ, മക്കൾ ഇങ്ങനെയായില്ലേ, മയക്കുമരുന്ന്, പ്രണയം, അനാവശ്യ ലൈംഗിക ബന്ധങ്ങൾ, കുടുംബ തകർച്ച, വീട് വിട്ടുപോകൽ, പരസ്പരം ബഹുമാനമില്ലാവൽ, കുടുംബ ബന്ധത്തെ തള്ളിപ്പറയൽ, വിവാഹം വേണ്ടെന്ന് പറയൽ വലിയൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അതും നമുക്ക് മറ്റൊരു സമയത്ത് സംസാരിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്. ഈ ഒരു കാര്യം ഇപ്പം ഞാൻ ഈ പറഞ്ഞ 2 കാര്യം നിങ്ങൾ ഗൗരവത്തിലെടുത്താൽ ഒരു പരിധി വരെ നമ്മുടെ കുടുംബത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒന്നെന്താണ്? കുടുംബ ബന്ധത്തിൻ്റെ അനിവാര്യത, നിർബന്ധം. തെറ്റരുത്, ഒരാളോടും തെറ്റരുത്, തല പോയാലും തെറ്റരുത്, തെറ്റിയാൽ അപ്പം തന്നെ നന്നാവണം, ഒന്നാവണം. 2 എന്താണ്? ഭാര്യയും ഭർത്താവും കട്ടക്ക് കട്ടായിട്ട് ചങ്കായിട്ട് നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും കൊണ്ടും കൊടുത്തും സ്നേഹത്തോടെ ഒന്നായിട്ട് നിൽക്കുക. എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളുമൊക്കെ സ്വസ്ഥമാവും, നമ്മുടെ കുടുംബം മനോഹരമാവും, ആ കുടുംബത്തിലെ ബന്ധങ്ങൾ പരിശുദ്ധമാവും. അങ്ങനെയാകുമ്പോൾ കുടുംബം സമാധാനത്തിൻ്റെ ഈറ്റില്ലമാവും. അള്ളാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാധാനമുള്ള കുടുംബത്തിലെ അംഗങ്ങളാവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹു നിശ്ചയിച്ച പോലെ ആ കുടുംബ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാനും നാളെ സ്വർഗത്തിൽ ആ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ചേരാനും അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. ശിഥിലമാകുന്ന കുടുംബങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ഇതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ വലിയ അപകടങ്ങൾ, വലിയ വലിയ വേദനകൾ, ഇതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെയൊക്കെ മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.